എല്ലാവരും സൈലന്റ് ആണല്ലോ. നാഷണൽ PGM ഫ്ലയേഴ്സ് അസോസിയേഷന്റെ കാര്യപരിപാടികൾ സമ്മാനദാനത്തോടനുബന്ധിച്ചുള്ള ലഘു സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അതിനുമുമ്പായി അതിഥികളായി എത്തിയിട്ടുള്ള KPCC സെക്രട്ടറി ശ്രീ
രവി മുടവൻകൾ അദ്ദേഹത്തെ ഡേയ്സിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ റോട്ടറി ക്ലബ് ഓഫ് ട്രാവൻകൂർ ഫസ്റ്റ് ജി ഷാജി ശ്രീധരൻ അവരുടെ ഈ ഡേയ്സിലോട്ട് സ്നേഹവും ക്ഷണിക്കുന്നു. റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രത്തിന്റെ ബഹുമാന്യ വ്യക്തിത്വം ശിവപ്രസാദ് സാറിനെ ഇതിലൂടെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നാഷണൽ പീജിയൻ ഫ്ലൈയേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യ വ്യക്തിത്വങ്ങൾ കുറച്ച് പേരുണ്ട്. ശ്രീ ജെയിംസ് ലൂയിസ് അദ്ദേഹത്തെ ഈ ഡേയ്സിലോട്ട് സ്നേഹവും ക്ഷണിക്കുന്നു. ശ്രീ വി ശശി അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ എം എസ് നാഗുല കോയമ്പത്തൂർ സ്വദേശി എം എസ് നാഗുല അദ്ദേഹത്തെ ഡേയ്സിലോട്ട് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം സ്വദേശി ശ്രീ മജീദ് അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. NBFA-യുടെ പ്രസിഡന്റും ഈ യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ ശ്രീ രഞ്ജിത്ത് അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. NBFA-യുടെ സെക്രട്ടറി ശ്രീ അനൂപിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാഷണൽ പീജിയൻ ഫ്ലൈയേഴ്സ് അസോസിയേഷൻ NBFA-യുടെ 41ാമത് വാർഷിക ആഘോഷം നടക്കുകയാണ്. ഈ വാർഷിക ആഘോഷത്തിൻ്റെ സമ്മാനദാനത്തോടനുബന്ധിച്ചുള്ള കാര്യപരിപാടികളാണ് ആരംഭിക്കുകയാണ്. അപ്പോൾ ആരംഭം കുറിക്കുന്നതിന് വേണ്ടി ആദ്യമായി ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥന ആലപിക്കുന്നതിന് വേണ്ടി അനുഗ്രഹീത ഗായിക യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയാസ് വഴി ഏറെ സുപരിചിതയായ മിടുക്കിയായ ഗായിക സഞ്ജന വിശ്വനാഥിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, വളരെ മനോഹരമായ രീതിയിൽ ഭക്തി സാന്ദ്രതയുമായി മനോഹരമായ രീതിയിൽ ഈശ്വര പ്രാർത്ഥന ചൊല്ലിയ സഞ്ജന വിശ്വനാഥിനെ ഗായികയ്ക്ക്
NBFAയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടി NBFAയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് അമർകളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് മറ്റൊരു അതിഥി കൂടി ഇവിടെ ചേർന്നിട്ടുണ്ട്. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ അരുൺ ഗോപി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആരംഭിക്കുന്ന ആദ്യം അനുസ്മരണം. പ്രിയമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, ഏതൊരു കാര്യത്തിനും ഒരു ഗുരുത്വം എന്ന് പറയുന്നത് നമുക്ക് മുന്നേ കടന്നുപോയവരെ നമ്മൾ ഓർമ്മിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഇന്ന് ഇല്ലാത്തവരെ നമ്മൾ ഏതൊരു മംഗളകാര്യത്തിനും ആ ഏത് തിരക്കിനിടയിലും ഓർമ്മിക്കുമ്പോഴാണ് ഒരു ഗുരുത്വം അല്ലെങ്കിൽ അനുഗ്രഹം എന്ന് പറയുന്നത്. തീർച്ചയായും ഒന്നും രണ്ടുമല്ല, 41ാമത് വാർഷികമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. ഈ 4 പതിറ്റാണ്ട് കൊണ്ട് ഈ ക്ലബ് സംഘടന പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതുപോലുള്ള ഗുരുത്വവും ഇതുപോലെ ഗുരുഭൂതരായ കാരണഭൂതവന്മാരുടെ എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ സ്നേഹവുമാണ് കാരണം. അതുകൊണ്ട് തന്നെ ഈ 41ാമത് വാർഷികാഘോഷത്തിൻ്റെ ഈ തിരക്ക് പിടിച്ച നിമിഷവും ഞങ്ങൾ സ്നേഹപൂർവ്വം ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ട് ഇന്നും ഈ വേദിയിൽ പങ്കെടുക്കാൻ കഴിയാതെ അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ഏതാനും നമ്മുടെ എല്ലാവരുടെയും പ്രിയ സുഹൃത്തുക്കളെ ഈ നിമിഷം ഓർമ്മിക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം സ്വദേശി NBFAയുമായി വളരെയേറെ സഹകരിച്ചു വരുന്ന വ്യക്തിത്വമാണ് ശ്രീ സുരേഷ് കുമാർ. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. അതുപോലെ ശ്രീ പ്രദീപ് തിരുവനന്തപുരം, അതുപോലെ കോയമ്പത്തൂർ സ്വദേശി രാജേന്ദ്രൻ, കഴിഞ്ഞ വർഷം ഇവിടെ എല്ലാം പങ്കെടുത്ത വ്യക്തിയായിരുന്നു രാജേന്ദ്രൻ, നമ്മളെ വിട്ടുപിരിഞ്ഞു. അതുപോലെ ലോറൻസും എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്ത പേര്. അദ്ദേഹം പ്രായമുള്ള ആൾ ഇവിടെ സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം ഈ വർഷം ഞങ്ങളോടൊപ്പം ഇല്ല. ശ്രീ ലോറൻസ് നാഗർകോവിൽ, ഈ ബാലു നാഗർകോവിൽ, ഈ 5 പേര്. അതിനു മുമ്പ് പ്രിയമുള്ള കലാസ്നേഹികളിൽ ഗുരുജനങ്ങളിൽ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ ഗോപി സാർ, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ 5 പേരും ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല. കഴിഞ്ഞ വർഷം വരെ പങ്കെടുത്തുകൊണ്ടിരുന്നവരാണ് പലരും. ഏതായാലും ഈ 5 പേരെയും ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് സ്മരിച്ചുകൊണ്ട് ഈ 41ാം വാർഷിക പരിപാടികൾ ആരംഭിക്കുന്നു. Thank you very much. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അടുത്തതായി ആദ്യമായി സ്വാഗത പ്രസംഗമാണ്. ഇതിൻ്റെ സ്വാഗത പ്രസംഗം നടത്തുന്നതിന് വേണ്ടി NBFAയുടെ സെക്രട്ടറിയും എല്ലാവരും വലിയ NBFAയുടെ സംഘടനയുടെ നെടുതൂണായി നിൽക്കുന്ന പ്രിയ സുഹൃത്ത് ശ്രീ അനൂപിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി ശ്രീ സജി. സ്വാഗതം പറയുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ NBFAയുടെ നെടുന്തൂണായ നമ്മുടെ NBFAയുടെ അധ്യക്ഷൻ, നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ R. രഞ്ജിത്ത് അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ അവരുടെ സമയക്കുറവെല്ലാം മാറ്റിവെച്ച് എത്തിച്ചേർന്ന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ ഗോപി അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അതുപോലെ നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, നമ്മുടെ NBFA നാഷണൽ ടൂർണമെൻറ്റ് റെക്കോർഡ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു C. രവി മുതൽ എന്നൊരു പേരിനാണ് 1992 തോന്നുന്നത് സാർ. ഒരു 17 മണിക്കൂർ അദ്ദേഹം റെക്കോർഡ് വെച്ചിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. അദ്ദേഹം ഇപ്പോൾ KPCCയുടെ സെക്രട്ടറി കൂടെയാണ്. ശ്രീ മുതൽ രവി, അദ്ദേഹത്തെ ഞാൻ ഈ രീതിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിരവധി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ
ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നടത്തുന്ന ഒരു സംഘടനയാണ് റോട്ടറി ക്ലബ് ഓഫ് ട്രാവൻകൂർ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് നിരവധി ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിരവധി ചാപ്റ്ററുകളുടെ ആധിപത്യം വഹിക്കുകയും അതിൻ്റെ ഏജിയായി നിലകൊള്ളുകയും ചെയ്ത ശ്രീ ഷാജ് ശ്രീധരൻ അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. റോട്ടറി ക്ലബിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് തിരുവനന്തപുരത്ത് നിലകൊള്ളുന്ന ശ്രീ ശിവപ്രസാദ് അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ മുതിർന്ന മെമ്പർമാരുടെ കാര്യങ്ങളാണ്. ആദ്യമായി നമ്മുടെ മെമ്പർഷിപ്പ് ലിസ്റ്റിൽ എല്ലാ വർഷവും ഞാൻ പറയുന്ന പോലെ നമ്പർ 1 ശ്രീ വി ശശി അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. നമ്മുടെ സീനിയർ മെമ്പർ ശ്രീ ജെയിംസ് ലൂയിസ് അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. ശ്രീ മജീദ് അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. നമ്മുടെ NPFA നാഷണൽ ടൂർണമെൻറ്റ് 2008 മുതൽ കോയമ്പത്തൂർ നോക്കി നടത്തുന്നത് ശ്രീ MS നാഥുരാൻ അവர்களാണ്. അദ്ദേഹത്തിന് സമയക്കുറവുണ്ടെങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അടുത്തതായി നമ്മുടെ സഹോദര സംഘടനാ ഭാരവാഹികളാണ്. അനന്തപുരി PGN ഫ്ലൈയേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ഷാജി അവരെ ഞാൻ ഈ സഭയിൽ യാതൊരു സ്വാഗതം ചെയ്തു. SMPFA ടൂർണമെന്റിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ സമീപനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. ശ്രീത്ര PGN ഫ്ലൈയേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ വിമൽ അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. പ്രവർത്തന ക്ലബ് PGN അദ്ദേഹത്തിൻ്റെ സാരഥിയായ ശ്രീ സ്റ്റാൻലി അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. DAPN ക്ലബിനെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടോ? റെയിൻബോ PGN ക്ലബിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രതിനിധിയെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. BFNA അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ജസ്റ്റിൻ അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആകാശപ്രഭ PGN വാട്സപ്പ് ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ഷിജു അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. DAPN ടൂർണമെന്റിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ വിനീത് അവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏതായാലും തലസ്ഥാന നഗരിയിൽ ഒരു ഹാള് നിറഞ്ഞ് ഒരു സാംസ്കാരിക സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് തന്നെ NPFAയുടെ ഒരു ഏറ്റവും വലിയ വിജയമാണ് അല്ലേ? അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഉദ്ഘാടനം തുടങ്ങാൻ വേണ്ടി പോകും. 41ാമത് വാർഷിക പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ ഗോപി അവരെ ഞാൻ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തിട്ട് ഔദ്യോഗികമായ ഉദ്ഘാടനം അദ്ദേഹം 2 വാക്ക് നിങ്ങളുടെ സംസാരിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള വിശിഷ്ടാതിഥികളെയും ആ ചടങ്ങിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയും ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ അരുൺഗോപി അവരുകളെ ഞാൻ സ്നേഹപൂർവ്വം അതിനുകൂടെ ക്ഷണിക്കും. പ്രിയപ്പെട്ട സംഘടനയുടെ പ്രസിഡന്റ് അധ്യക്ഷൻ രഞ്ജിത്ത്, വേദിയിലുള്ള സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട KPCCയുടെ സെക്രട്ടറിയും അതിലേറെ സംഘടനയുടെ എക്കാലത്തെയും അഭിമാനപ്രിയായിട്ടുള്ള പ്രിയപ്പെട്ട രവിയേട്ടൻ, മുഖാമുകൾ, റോട്ടറി ക്ലബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയപ്പെട്ട ഷാജി ശ്രീധരൻ, അതോടൊപ്പം തന്നെ ജ്യേഷ്ഠതുല്യനായിട്ടുള്ള പ്രിയപ്പെട്ട ശോഭസായട്ടൻ, അതോടൊപ്പം തന്നെ വേദിയിലിരിക്കുന്ന നാഷണൽ റീജിയൻ IAS അസോസിയേഷൻ്റെ നേതാക്കൾ, സഹോദര സംഘടനകളുടെ പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ളവരെ, ഏറെ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന്, നാഷണൽ റീജിയൻ IAS അസോസിയേഷൻ്റെ 41ാമത് വാർഷികാഘോഷമാണ് ഇന്നിവിടെ നടന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നിറഞ്ഞ സദസ്സ്, അതിലപ്പുറം ഒരു സംഘടന 41 വർഷം പിന്നിടുന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യായുസിൻ്റെ പകുതിയിലധികമല്ല, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പകുതിയോളം ആയിട്ടുണ്ട്. കേരളത്തിൻ്റെ ദൈർഘ്യം വച്ച് പരിശോധിക്കപ്പെടുമ്പോൾ ഒരു പക്ഷേ ഇന്നത്തെ ശരാശരി ദൈർഘ്യം എന്ന് പറയുന്നത് 70 വയസ്സിന് മുകളിലാണ്. ഈ സംഘടന രൂപീകരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ കേരളത്തിൻ്റെ ശരാശരി ദൈർഘ്യം എന്ന് പറയുന്നത് 60-65 വയസ്സായി. ആ കാലഘട്ടം എനിക്ക് മുതിർന്ന ആളുകളൊക്കെ ഈ വേദിയിലുണ്ട്. അവർക്കൊക്കെ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ അറിയാം, റിട്ടയർഡാകുന്ന ആളുകൾ സിനിമയിൽ നമ്മൾ കാണുന്നൊരു കഥാപാത്രമുണ്ട്. റിട്ടയർഡാകുന്ന ആളുകളെ ഏതാണ് 4 പേര് ചേർന്നിട്ടാണ് കൊണ്ടുവരുന്നത്, വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. നല്ല പ്രായമായ ആളുകളാണ്. ഇന്നിപ്പോൾ റിട്ടയർഡാകുന്ന ആളുകൾ 58 വയസ്സ് കഴിഞ്ഞ് റിട്ടയർഡാകുന്ന ആളുകൾ പരിശോധിക്കപ്പെടുമ്പോൾ ഇനിയും ഒരു ബാല്യത്തിന് അംഗമുള്ളവർ, കാര്യം 58 വയസ്സായിട്ടാണോ റിട്ടയർഡായതെന്ന് വലിയ സംശയം തോന്നിക്കും. ആ രൂപത്തിൽ നമ്മുടെ നാട് വളർന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട് ആ രൂപത്തിൽ നമ്മുടെ നാട് വളർന്നു, അത് ഒരു സൈഡ്. പക്ഷെ ഞാൻ സൂചിപ്പിച്ചു വന്നത് 41 വർഷം പിന്നിട്ട ഒരു സംഘടന. ആ 41 വർഷം പിന്നിട്ട സംഘടന ഇന്ന് നമ്മുടെ നാട്ടിൽ നടത്തിവരുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനം, അത് സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം നിരവധിയായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ 2 വർഷം മുമ്പ് ഇറങ്ങിയ പറവ എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമയിലേക്കൊന്നും പോകുന്നില്ല. ആ സിനിമയാണ് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിന് മുന്നിൽ എങ്ങനെയാണ് പക്ഷികളെ വളർത്തുന്നവരുടെ ജീവിതം ആ സിനിമ ആണ് അടയാളപ്പെടുത്തുന്നത്. മറിച്ച് ഒരു സമൂഹത്തിനുള്ളിൽ പക്ഷികളെ വളർത്തുന്ന ആളുകൾ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെടുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ പൊതുവെയുണ്ട്. ഇപ്പോഴും അതൊക്കെയുണ്ട്. പക്ഷെ അങ്ങനെ അരികുവൽക്കരിക്കപ്പെടേണ്ടവരല്ല എന്ന് മലയാള സമൂഹത്തോട് അല്ലെങ്കിൽ കേരളത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സിനിമയാണ് പാവം. ജീവിത പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളുടെ ജീവിത പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ഒരു പരിധിവരെയെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ ആ സിനിമ സഹായകരമായിട്ടുണ്ട് എന്ന് ഒരു വശത്ത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അങ്ങനെ കാണുമ്പോഴും ഇന്നും നമുക്ക് കൂടുതലായിട്ടുള്ള അവകാശങ്ങൾക്ക് അർഹതയുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കും ഇന്നിപ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും ക്ഷേമനിധി ആനുകൂല്യങ്ങളോ മറ്റോ ഒക്കെ ഉള്ള സംസ്ഥാനമാണ്. കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങൾ അങ്ങനെയില്ല. ഏറ്റവും ഒടുവിൽ ഷോപ്സിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് പോലും രാജ്യത്ത് മാതൃകയാണ്. കേരളത്തിലാണ് ആദ്യമായി ഷോപ്സിന് വേണ്ടി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുന്നത്.
രൂപീകരിക്കപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. അത് 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ഷേമനിധി ബോർഡ്, അതോടൊപ്പം തന്നെ IT ജീവനക്കാർക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ള സംസ്ഥാനം രാജ്യത്ത് കേരളം മാത്രമാണ്. അത് കഴിഞ്ഞ ഗവൺമെൻറ്റാണ്, 1ാം പിണറായി ഗവൺമെൻറ്റാണ് അങ്ങനെയുള്ളൊരു ചടുലമായ തീരുമാനങ്ങൾ എടുത്തുപോയി. പക്ഷെ ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളെ കൂടി അത്തരത്തിൽ ഏതെങ്കിലും വിഭാഗത്തെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നൊരു അഭ്യർത്ഥന യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങളോട് വെക്കാനുണ്ട്. നമുക്ക് അത്തരം ഒരു ഇടപെടൽ കൂടി ഭാവിയിൽ സംഘടിപ്പിക്കപ്പെടണമെന്നുള്ളത് കൂടിയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കപ്പെടേണ്ടത്. ഒരുപാട് പ്രയാസങ്ങൾ ഈ മേഖലയിൽ നേരിടുന്നുണ്ട്. ആ പ്രയാസങ്ങളാകെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ മനസ്സിലാക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമുക്ക് പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരികുവൽക്കരിക്കപ്പെടുന്നവർ, പക്ഷെ അരികുവൽക്കരിക്കപ്പെടേണ്ടവരല്ല എന്നുള്ളത്. ഇന്നിപ്പോൾ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിവർഗം, മനുഷ്യായുസിന്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ജീവിവർഗമാണ് പക്ഷിവർഗം എന്ന് പറയുന്നത്. അത് കൃത്യമായ അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമായി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്, നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണുകയാണ്. നമ്മുടെ മനുഷ്യന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു ജീവിക്രമത്തിന്റെ പരിസ്ഥിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് പക്ഷികൾ കൂടിയാണ്. ഓരോ ജീവജാലത്തിനും അതിൻ്റെതായ റോള് ഈ പരിസ്ഥിതിയിൽ വഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നാം കാണും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇത്. ഈ മേഖലയിൽ നിങ്ങൾ നടത്തുന്ന സുദീർഘമായിട്ടുള്ള സേവനങ്ങൾ, ആ സേവനങ്ങളെ അനുമോദിക്കാൻ വേണ്ടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഏറെ സന്തോഷം തോന്നിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ മെമ്പർ അടക്കമുള്ള ആളുകൾ ഈ സന്ദർഭത്തിൽ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ കരുത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ കണ്ടതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനം 41ാമത് വാർഷികാഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹാഭിവാദ്യങ്ങൾ. ഒരുപാട് നന്ദി ശ്രീ അരുൺ ഗോപി, ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി. അദ്ദേഹം ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മളോട് സംസാരിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി നാഷണൽ PGN ഫ്ലൈറ്റ്സ് അസോസിയേഷൻ്റെ ആരാധനായ പ്രസിഡന്റ് ശ്രീ K. രഞ്ജിത്ത് അവരുടെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥി ശ്രീ അരുൺ ഗോപി, ശിശുസേവന സമിതി ജനറൽ സെക്രട്ടറി, സി രവി, KPCC സെക്രട്ടറി മുഹമ്മദ് രവി, ഷാജി ശ്രീധരൻ, റോട്ടറി ക്ലബ്, ശിവപ്രസാദ്, റോട്ടറി ക്ലബ്, വൈസ് പ്രസിഡന്റ്, സംഘടന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷാഫി, ട്രഷറർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ സഹോദര സംഘടനാ ഭാരവാഹികൾ, സർവോപരി നമ്മുടെ സംഘടനയുടെ ഊർജ്ജ സ്രോതസ്സായ മെമ്പർമാർ, മറ്റ് അനുഭവങ്ങൾ. ഇന്നത്തെ ഈ ദിവസം നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സൂചനമാണ്. 1982 രൂപീകൃതമായ നമ്മുടെ സ്വന്തം NPFA ഈ വാർഷികാഘോഷത്തോടുകൂടി 41ാം വയസ്സിലേക്ക് കടക്കുകയാണ്. പ്രാവവർത്തൽ മുൻനിർത്തി അന്നത്തെ കാലത്ത് ഒരു കൂട്ടം പ്രാവസ്നേഹികൾ തുടങ്ങിയ ഒരു സംഘടന 40കൾ പിന്നിട്ട് 50ലേക്കുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ് എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ 41ാം വർഷത്തിലും നമ്മുടെ എല്ലാ ഉള്ളിലുള്ള ഒരു സ്വകാര്യ ദുഃഖം എന്നത് നമുക്ക് സ്വന്തമായുള്ള സ്ഥലത്ത് ഒരു ഓഫീസ് പണിയാൻ കഴിയുന്നില്ല എന്നതാണ്. ഇനി വരും വർഷങ്ങളെങ്കിലും നമ്മുടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ എല്ലാ മെമ്പർമാരും കമ്മിറ്റിയുമായി സഹകരിച്ച് കാര്യക്ഷമമാക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ടൂർണമെൻറ്റ് നടത്തിപ്പ് സുഗമമായതിന് പിന്നിൽ ജോയിൻറ്റ് റഫറിംഗ് സിസ്റ്റം പ്രവർത്തിച്ചു. മറ്റു സഹോദര സംഘടനകളുമായി ചേർന്ന് ജോയിൻറ്റ് റഫറിംഗ് സിസ്റ്റം പ്രവർത്തിച്ചു. അത് വിജയകരമായി എന്നാണ് വിശ്വസിക്കുന്നത്.
അത് ഇനിയും തുടരും എന്ന് തന്നെയാണ് ആഗ്രഹം. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലുള്ള സഹായ സഹകരണങ്ങൾ തുടർന്നും നമ്മുടെ മെമ്പർമാരിൽ നിന്നും അഭ്യുദയ കാംക്ഷികളിൽ നിന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹം ഉൾപ്പെടെയുള്ള സംഘടനയുടെ ഓരോരുത്തരും അദ്ദേഹം നെടുന്തൂണായി നിന്നുകൊണ്ട് ബാക്കി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും നിരന്തരമായുള്ള കഷ്ടപ്പാടും ഒരുപാട് പ്രവർത്തനങ്ങളും ഉള്ളതുകൊണ്ടാണ് ഈ 4 പതിറ്റാണ്ട് കാലം ഈ സംഘടനയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. KPCC സെക്രട്ടറി കൂടിയായ ശ്രീ മുടവൻ മുകൾ ജെട്ടി അദ്ദേഹത്തെ ഇന്ന് വളരെ സംസാരിക്കുന്നതിന് വേണ്ടി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ രജി, ഉദ്ഘാടകൻ ശ്രീ അരുൺ, ശ്രീ ഷാജി, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, അപ്പുറത്തും ഇരിക്കുന്ന അതിഥികളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകർ, ഈ 41 വർഷം മുമ്പ് ആരംഭിക്കുമ്പോൾ ഞാൻ അതിലെ ഒരംഗമാണ്. അന്നതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ശ്രീ നാരായണ സ്വാമി, പ്രസിഡന്റ് ശ്രീ വിജയസാഗർ, അന്ന് മുതൽ നമ്മളോടൊപ്പമുള്ള ആളുകളാണ് അപ്പോഴുള്ള ശശിയായിട്ടുള്ള ഇതിൻ്റെ തുടക്ക സമയം. അന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് തൈക്കാട് ഉണ്ണിവൈദ്യൻ്റെ വീടാണ്. അതിൻ്റെ മുകളിൽ എത്ര തിരക്കുണ്ടെങ്കിലും വൈകുന്നേരങ്ങളിൽ അവിടെ ഞങ്ങൾ ഒത്തുപോകും. ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും. അന്ന് നമുക്ക് സ്വന്തമായ ഓഫീസോ സംവിധാനങ്ങളോ വേറെ ഒന്നുമില്ല. അവിടെ പ്രാവപുറത്തിൽ വളരെ താല്പര്യം കാണിക്കുന്ന ഉണ്ണിവൈദ്യൻ്റെ മകൻ ശ്രീ ബാബു ഞങ്ങളോടൊപ്പം. ഒരു കാലഘട്ടത്തിൽ ഒരു തിരുവനന്തപുരത്ത് നിറഞ്ഞു നിന്ന ഒരു എല്ലാ അർത്ഥത്തിലും കായികമായും മറ്റെല്ലാ അർത്ഥത്തിലും നിറഞ്ഞു നിന്ന ഒരു സംഘടന. ഇന്നതിൻ്റെ സ്ഥാപന നേതാക്കൾ ആരും തന്നെ ഇന്ന് അവശേഷിക്കുന്നത് 1, 2, 3 ആളുകൾ മാത്രമാണ്. ഇത് സാധാരണ ഇന്നിപ്പോൾ ഞാൻ കേട്ടപ്പോൾ അർത്ഥം വിട്ടുപോയി. 20 മണിക്കൂറിന് പുറത്ത് പോയി അല്ലേ? എത്ര മണിക്കൂറായിട്ട് 23 മണിക്കൂർ ഇപ്പോഴത്തെ റെക്കോർഡാണ്. 23:30. അന്ന് 23 മണിക്കൂർ 38 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. പക്ഷെ ഇത് ഞാൻ എൻ്റെ ഒരു സമയമുള്ള സമയത്താണ് ഞാനും ഒന്ന് പ്രാവ് നടത്തിയിരുന്നത്. 17 മണിക്കൂർ 28 മിനിറ്റ്. പിന്നെ അങ്ങോട്ട് സമയമൊന്നുമില്ല. നമ്മുടെയൊക്കെ ജീവിത രീതിയും കാര്യങ്ങളും ഒക്കെ അങ്ങ് മാറിയപ്പോൾ അതങ്ങ് കുറച്ച് നിർത്തുകയാണ് ഉണ്ടായത്. ഇതിനൊരുപാട് സമയം വേണം. ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരുപാട് സമയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ പ്രാവുകളെ പറത്തുന്നത് മാത്രമല്ല, നമ്മൾ പറയുന്ന സമയത്ത് ഇറക്കി ആ റഫറിമാരും മറ്റാളുകളും കാണിക്കുന്നതിനൊക്കെ ഇത് സാധാരണ ഒരു കായിക മത്സരം പോലെ സംസാരിക്കാൻ കഴിയില്ലാത്ത, അതിന് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും, അതിന് നമ്മളോട് മറുപടി തിരിച്ച് പറയാൻ കഴിയില്ല. ആ വെറും 10 ഒരു 200 ഗ്രാം വെയിറ്റ് വരുന്ന ഈ സംഗതി പറന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇത്രയും നന്ദി ഉള്ള ഒരു മനുഷ്യ സമൂഹത്തോട്, അല്ലെങ്കിൽ അതിന് ആഹാരം കൊടുത്ത് വളർത്തുന്ന ആളുകളോട് ഇത്ര ഒരു നന്ദിയുള്ള ഒരു വർഗം വേറെ ഉള്ളതായി എൻ്റെ ഓർമ്മയിലില്ല. ഒരുപാട് വർഗമുണ്ട്. ഈ പക്ഷിവർഗത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് പട്ടി, നമുക്ക് സംശയമൊന്നും വേണ്ട, എത്ര നാൾ കഴിഞ്ഞാലും നമ്മളെ തിരിച്ചു. അതുപോലെ തന്നെ പ്രാവ് എത്ര നാള് ആരൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ചിറവൊക്കെ കട്ട് ചെയ്ത്, ചിലപ്പോൾ വഴിതെറ്റി എവിടെയെങ്കിലും ചെന്നിറങ്ങി അതിൻ്റെ ചിറവൊക്കെ കട്ട് ചെയ്ത് അവിടെ ഇട്ടാലും ആഴ്ചകൾ കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാലും അത് അതിൻ്റെ യഥാർത്ഥ വീട്ടിലേക്കും അതിൻ്റെ യഥാർത്ഥ ഉടമയെയും അത് കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ സംശയം.
ഞാൻ അന്ന് റെക്കോർഡിടുന്ന എൻ്റെ ഒരു പ്രാവ് സംഗതി രാത്രിയായപ്പോൾ അത് രാത്രി അന്നത്തെ സമയത്തൊന്നും അന്നൊക്കെ എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്ന ശ്രീ മജീദ് അടക്കമുള്ള ആളുകൾ അത് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഇറങ്ങാൻ പറ്റാതെ എങ്ങനെയാണ് പോയി അതിയായ മഴ. പിന്നെ അത് മടങ്ങി വരുന്നത് ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ അത് ആഹാരം കഴിച്ചിട്ടില്ല, അതിന് നേരെ എണീറ്റ് നിൽക്കാൻ വയ്യ. പക്ഷേ അത് പറന്ന് എന്നെ കാണുമ്പോൾ എൻ്റെ ദേഹത്തുകൂടി ഒന്ന് വീഴുകയാണ് ചെയ്തത്. അതിന് നേരെ എണീറ്റ് നിൽക്കാൻ വയ്യ. ആ മഴയത്ത് എത്രയോ കിലോമീറ്ററുകൾ ദൂരം പോയി കഴിഞ്ഞ് എവിടെയൊക്കെയോ അത് ചെന്നിരുന്നു. അതിൻ്റെ വീടല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് വീണ്ടും എണീറ്റ് പറക്കുകയാണ്. അവസാനം ഒരാഴ്ചയ്ക്ക് ശേഷം 10-11 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു സംഗതി നഷ്ടപ്പെട്ടത് തന്നെ ഇനി നോക്കിയിട്ട് കാര്യമില്ല. 11ാമത്തെ ദിവസം നോക്കുമ്പോൾ ആകാശത്ത് വളരെ ഇതായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത അത്ര ഹൈറ്റിൽ ഒരു സംഗതി നിൽക്കുന്നു. ഞാൻ നോക്കി. അന്ന് ഞങ്ങൾ വെച്ചിരിക്കുന്ന സംവിധാനം ലൈറ്റൊക്കെ ഓൺ ചെയ്ത് സംഗതി വെക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ദേഹത്തോടെ വീഴുമ്പോൾ ഞാൻ പറഞ്ഞത് അതിന് എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യമില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല. പിന്നെ 1-2 ദിവസത്തെ വെള്ളവും കരിക്കൂട്ടുകളോ അങ്ങനെയുള്ള ഞങ്ങളുടെ അന്നത്തെ ഈ നാടൻ പ്രയോഗങ്ങളൊക്കെ നടത്തിയാണ് അതിനെ രക്ഷപ്പെടുന്നത്. അത് വീണ്ടും ആ പ്രാവ് തന്നെ ഒരു 24-25 ദിവസം കഴിഞ്ഞപ്പോൾ റെക്കോർഡിടുകയാണുണ്ടായത്. അത്ര ഒരു മനുഷ്യനോട് ഇത്രയധികം സ്നേഹമുള്ള ഒരു പക്ഷിവർഗത്തിൽപ്പെടുന്ന പ്രാവ് പോലെ ഇപ്പോൾ പ്രാവിനെ മിലിറ്ററിക്കാർ ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് മോശമായ അവസ്ഥയിലുള്ള ആവശ്യങ്ങൾക്കായി പ്രാവിനെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയൊന്നും ഇല്ലെങ്കിൽ പലയിടങ്ങളിലും നമ്മൾ പോയാൽ, പുറത്തോട്ടൊക്കെ പോയാൽ, കേരളത്തിന് പുറത്തോട്ടൊക്കെ പോയാൽ ഈ ചൈനയിലൊക്കെ തന്നെ ഇത് കോഴിയിറച്ചി പോലെയാണ് ഇത്. അതെങ്ങനെ പറ്റുന്നുവെന്ന് അറിയില്ല. നമ്മളോടൊപ്പം വളർത്തുന്ന ഈ ഇതിനെയൊക്കെ കണ്ടാൽ നമുക്ക് മനപ്രയാസം, വേദനയൊക്കെ തോന്നും. ഇത്രയേറെ സ്നേഹവും ഉള്ള ഈ പക്ഷികൾക്ക് പ്രത്യേകിച്ച് പ്രാവും. എന്തായിരുന്നാലും നിങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ മിടുക്കന്മാരാണ്. കാരണം അവരുടെ മുന്നിൽ നമ്മളൊന്നും ഒന്നുമല്ല. 20 മണിക്കൂറും 23 മണിക്കൂറും ഒക്കെ അന്നും പറക്കുന്ന പ്രാവുകളുണ്ട്. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഞാൻ ഈ 8 ടൂർണമെൻറ്റിൽ അന്ന് 13 മണിക്കൂർ 17 മണിക്കൂർ 28 മിനിറ്റും പറത്തുമ്പോൾ അന്ന് 8 ടൂർണമെൻറ്റ് നടക്കുകയാണ്. ഈ 8 ടൂർണമെൻറ്റിൻ്റെ റെക്കോർഡ് ഭേദിച്ചുകൊണ്ടാണ് മേലോട്ട് പോകുന്നത്. പക്ഷേ നമ്മുടെ ഉദ്ദേശം ഈ 7 എണ്ണം പോയാലും 8ാമത്തെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് റെക്കോർഡ് ആയിരിക്കും. നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് അന്ന് രവി കാണിക്കുന്ന മണ്ടത്തരമാണ്, ആ കിട്ടുന്നതിന് വാങ്ങിയാൽ പോരെ എന്നായിരുന്നു. പക്ഷെ എന്തായിരുന്നാലും അത് പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞു. പിന്നുള്ള അങ്ങോട്ടുള്ള തുറന്ന മറ്റിതിൻ്റെ സാങ്കേതിക പ്രവർത്തനങ്ങളിൽ ഒന്നും ഒരു കൂടുതൽ പങ്കുചേരാൻ കഴിഞ്ഞില്ല. കാരണം സമയക്കുറവ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. ഇതിന് സമയം വേണം. സമയമില്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തായിരുന്നാലും ഈ 41 വർഷത്തിന് ശേഷം സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ പ്രസിഡന്റിൻ്റെ അച്ഛൻ ശ്രീ രാജു, ഇതിൻ്റെ ഏറ്റവും അന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ ടോപ്പ് മോസ്റ്റ് ഇത് പറത്തുകാരൻ ഒരാളാണ്. എന്നോടൊപ്പം ഞാനും വെറും കണ്ടുപരിചയം മാത്രമല്ല, രാജുവും ആ വീടും ആ കുടുംബവും ഒക്കെ നമ്മുടെ ഒരു വീട് പോലായിരുന്നു, ഒരു കുടുംബം പോലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രാജുവിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗവും ഈ പ്രാവ് വളർത്തലും എന്നെ അടക്കം പ്രോത്സാഹിപ്പിക്കുന്നതിലും ഏറ്റവും അന്നത്തെ തന്നെ പ്രാവുകൾ കൊണ്ടുതരുന്നതിലും ഒക്കെ വളരെ ഇത് കാണിച്ച ശ്രീ രാജു ഇന്ന് രഞ്ജിത്ത് തന്നെ ഇന്നലെ വിളിക്കുമ്പോഴും ഞാനിതിൽ വരാനുള്ള ഒരു പ്രധാന കാരണം പഴയകാല ആളുകളെ ഒന്ന് പലയിടത്തും വെച്ച് നമ്മൾ കാണുമെങ്കിലും ഇപ്പോൾ ഇങ്ങനെ കാണാറില്ല. ഈ സംഘടനയ്ക്കകത്ത് വരുമ്പോൾ നമ്മുടെ പഴയകാല ആളുകളെ ഒന്ന് കാണാൻ പറ്റുമല്ലോ. പിന്നെ ശ്രീ രാജുവിൻ്റെ മകനാണ് ശ്രീ രഞ്ജിത്ത്. അദ്ദേഹം വിളിക്കുമ്പോൾ നിർബന്ധമായി വരണം എന്നുള്ളത് കൂടിയാണ് ഞാനിതിനാൽ ഇവിടെ വന്നത്. ഈ ചടങ്ങിൽ പങ്കെടുത്ത എന്തായിരുന്നാലും നല്ല ചെറുപ്പക്കാരിതിനകത്തുണ്ട്. അവർക്കൊക്കെ നല്ല വേൾഡ് റെക്കോർഡ് ഈ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ പുറത്തോട്ട് പോകുമ്പോൾ കാണാം, നമ്മൾ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യത്തോടുകൂടി അവിടെ പ്രാവ് വളർത്തലിലും മറ്റു കാര്യങ്ങളിലും ഈ പ്രാവിനെ പരിശീലിപ്പിക്കുന്നതിലും പ്രാവിനെ പറത്തുന്ന കാര്യങ്ങളിലും മറ്റു രാജ്യങ്ങൾ വളരെ ഇതാണ്. നമുക്ക് കണ്ടാൽ അതിശയവും അത്ഭുതവും തോന്നുന്ന രീതിയിലാണ്
അവർ വളർത്തുന്നത്. നമ്മളൊക്കെ പലപ്പോഴും ഇതിനെ ഈ അടച്ചിട്ട കൂടുകളിലാണ് നമ്മൾ വളർത്തുന്നത്. അവരതല്ല. ഇവിടെ നമ്മൾ സിംഹത്തെയും ഒരു കൂട്ടിലിടും, ആനയെയും പിടിച്ചു കിട്ടും. ആനയ്ക്ക് ഒരു 36 ചെയിനും കാലിൽ ഒരു 4 കെട്ടും പിന്നെ ഒരു 8 അടി നീളമുള്ളൊരു വടിയും കമ്പും വെട്ടുകത്തിയായിട്ടാണ് നമ്മൾ ആനയെ ഈ റോട്ടിലൂടെ പോലും കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടു പഠിക്കേണ്ടത് പുറം രാജ്യങ്ങളിൽ അവരുടെ കുട്ടികളെ പോലെ ഒരു കമ്പുമില്ല, ഒരു വടിയുമില്ല, വെട്ടുകത്തിയുമില്ല, 8 അടി നീളമുള്ള വടിയുമില്ലാതെ അവരുടെ കൂടെ അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആനയും സിംഹവും ഒക്കെ വളരുന്ന കാണുമ്പോൾ നമ്മൾ അതിശയത്തോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഞാൻ ചോദിക്കട്ടെ, നമ്മളിവിടെ ഒരു സിംഹത്തെ വളർത്താൻ ഇവിടെ പറ്റില്ല എങ്കിൽ പോലും നമ്മളതിന് തയ്യാറായാൽ അതിനൊരു 8 അടി നീളത്തിലുള്ളൊരു കൂട് തയ്യാറാക്കും, അതിന് വടി തയ്യാറാക്കും. ഇങ്ങനെ വിവിധങ്ങളാണ്. അവിടെ പിടിച്ചുകെട്ടുമില്ല, വള്ളിക്കെട്ടുമില്ല, അതിന് ബെൽറ്റുമില്ല. അവരുടെ കൂടെ ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് അവരുടെ ജീവിക കഴിയുന്നത്. ഞാൻ പറഞ്ഞ ഈ പ്രാവടക്കുന്നതാണ്. ഞാൻ 2-3 സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഈ പ്രാവിനെ കാണുമ്പോൾ ഒത്തിരി നമുക്കൊരു താല്പര്യമുള്ളതുകൊണ്ട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു അതിനിവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, അത് ഞങ്ങളുടെ ഈ വീട്ടിൻ്റെ എല്ലാ ഭാഗത്തും ഇരുന്നു, അത് പുറത്തൊന്നും പോയില്ല, ടൂർണമെൻറ്റിൽ അതൊക്കെ ഇവിടെ തന്നെയാണ്, അതിൻ്റെ ഒരു തൂല് പോലും അവർ വെട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചത് നഷ്ടപ്പെടില്ല. അവർ പറയുന്നത് വളർത്തുന്ന രീതിയിലാണ്. അത് ഫാനിൻ്റെ മേളിൽ, കറങ്ങാത്ത ഫാനിൻ്റെ മേളിൽ ഇരിക്കുന്നു, കൈ കാണിച്ചാൽ അവിടെ ഇറങ്ങി. നമ്മളത് വളർത്തിയിരുന്നത് അങ്ങനെയായിരുന്നു, കൈ കൊണ്ട് ഇരിക്കില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു. പക്ഷെ അവർ അതിൻ്റെ ഒരു സ്റ്റേജിലും അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അതിന് ചിറവുകൾ മുറിച്ച് ചിറവുകൾ കട്ട് ചെയ്ത് ചെറിയ കൂടുതലുള്ളതാണ് നമ്മളൊക്കെ ഉണ്ട്. നമ്മളൊന്നും അതല്ല, വളരെ ഫ്രീ ആയി വളർത്തുന്ന അവരിൽ ഒരാളെ പോലെ വളർത്തുന്നത് കാണുമ്പോൾ നമുക്ക് അത് സന്തോഷത്തോടുകൂടി നോക്കി നിൽക്കാനേ. എന്തായിരുന്നാലും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമായി കാണുന്നു. എല്ലാവർക്കും അപ്പുറത്തും ഇരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു ശ്രീ രവി മുളമൻമുകൾ, KPCC സെക്രട്ടറിയാണ്. ഏതായാലും തിരക്കിനിടയിലും ഇലക്ഷനൊക്കെ ആയപ്പോൾ അറിയാലോ, തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് അദ്ദേഹത്തിൻ്റെത്. തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേരുവാനും കുറേ മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കാനും കാണിച്ച അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിന് ഈ NBFIയുടെ ഹൃദയത്തിന് നന്ദി അറിയിക്കുന്നു. പ്രിയമുള്ള, അടുത്തത് നമുക്ക് ആശംസാ പ്രസംഗങ്ങൾക്കിടയിൽ ഒരു അത്യാവശ്യ ഒരു കാര്യമുണ്ട്. കാരണം ഞങ്ങളുടെ NBFIയുടെ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത ഈ നാഷണൽ ലെവൽ നടത്തിയ ടൂർണമെൻറ്റാണ്. അപ്പോൾ എറണാകുളത്ത് നിന്നും സമ്മാനം കിട്ടിയ 2-3 വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ കൃത്യം 3 മണിക്ക് പ്രോഗ്രാമാണ്. അത് ആ ടൈം കണക്കാക്കി തന്നെ എത്തിച്ചേർന്നു. അവർ ട്രെയിനിൻ്റെ സമയമായി. അതുകൊണ്ട് തന്നെ ആ 3 പേരെ വിടുന്നതിന് വേണ്ടി ആ 3 പേർക്ക് നമുക്ക് സമ്മാനദാനം, ഈ ആശംസ പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ ആദരവിലും സമ്മാനദാനവും നടക്കുന്നതാണ്. അതിനു മുമ്പ് അത്യാവശ്യം നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ആ 3 പേർക്ക് സമ്മാനം കൊടുത്തപ്പെടുകയാണ്. ഇല്ലേ, റെഡിയല്ലേ? എല്ലാവരും സമ്മാനങ്ങളാണ്. നമുക്കിവിടെ എറണാകുളത്ത് നൽകിയവരാണ്. അപ്പോൾ നാഷണൽ ലെവൽ നടത്തിയ മത്സരത്തിൽ 8ാമത് പ്രൈസ് സമ്മാനം നേടിയിരിക്കുന്ന വ്യക്തിയാണ്. ആദ്യം 8ാമത്തെ ആളെ വിളിക്കുന്നു. 8ാം പ്രൈസ് നേടിയിരിക്കുന്നു കിരൺ, എറണാകുളം. 17 മണിക്കൂർ 5 മിനിറ്റ് നേരം അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ ഗോപി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഒരു നല്ല കൈയടിയാണ്. 17 മണിക്കൂർ 5 മിനിറ്റ് നേരം പ്രാവീണ്യം നടത്തി 8ാമത് പ്രൈസ് നേടിയിരിക്കുകയാണ് കിരൺ, എറണാകുളം. ഓക്കെ, താങ്ക് യു കിരൺ. എറണാകുളത്ത് എത്തിച്ചേർന്നതിന് ഒരുപാട് സന്തോഷം. അടുത്തതായിട്ട് 25ാം പ്രൈസ് നേടിയിരിക്കുന്ന സഫാൻ എറണാകുളം. 13 മണിക്കൂർ 11 മിനിറ്റ് പ്രാവീണ്യം. അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുന്നു അരുൺ ഗോപി. താങ്ക് യു. അടുത്ത സമ്മാനം വിതരണം ചെയ്തതിനു വേണ്ടി KPCC സെക്രട്ടറി ശ്രീ രവി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. 13ാം സ്ഥാനമാണ് നിത്യാസ് ഇബ്രാഹിം, എറണാകുളം. 15 മണിക്കൂർ 14 മിനിറ്റ് നേരം പ്രാവീണ്യം നടത്തിയ നിത്യാസ് ഇബ്രാഹിം, എറണാകുളം 13ാം സ്ഥാനമാണ്. ട്രോഫിയും സർട്ടിഫിക്കറ്റുമാണ്.
KPCC സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട നബി മുടമോൾ അദ്ദേഹം സമ്മാനിക്കുന്നത്. അടുത്തത് നമ്മൾ ആശംസകളോട് പോകുന്നു. ആശംസ അർപ്പിക്കുന്നത് റോട്ടറി ക്ലബിന്റെ മുൻ AG കൂടിയായ ശ്രീ ഷാജി ശ്രീധരൻ. അവരുടെ രണ്ട് വാക്ക് സംസാരിച്ച് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. വേദിയിരിക്കുന്ന ബഹുമാനിലെ സദസ്സിലിരിക്കുന്ന മെഡിക്കൽ, നിങ്ങളുടെ ഒറ്റ കഴിവുകൊണ്ട് മാത്രമാണ് ഈ 41 വർഷം ഇതിൻ്റെ വളരെ ഗംഭീരമായി നടന്നു പോകുന്നത്. മീണ്ടാപ്രാണികളായ പ്രാവുകളെ വളരെ മനോഹരമായി പരിശീലനം നടത്തി ആരോഗ്യത്തോട് നോക്കി അതിനെ ഉന്നതങ്ങളിൽ എത്തിച്ച് കൃത്യസമയങ്ങളിൽ നിങ്ങളതിനെ താഴെ ഇറക്കി സമ്മാനങ്ങൾ വാങ്ങുന്ന നിങ്ങളാരും സാധാരണക്കാരല്ല, വളരെ മിടുക്കരാണ്. ഈ 41ാം ആനിവേഴ്സറിക്ക് എനിക്ക് ഇവിടെ പങ്കെടുക്കാനുള്ള അവസരം തന്ന നമ്മുടെ പ്രസിഡന്റ് രഞ്ജിത്ത്, സെക്രട്ടറി ഷാബി, ട്രഷറർ അനൂപ് എന്നിവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇത്രയും വളരെ മനോഹരമായ ഒരു സായാഹ്നത്തിൽ ഇത്രയും വളരെ ഭംഗിയായി ഈ സമാധാന ചടങ്ങും ഈ വേദിയുമെല്ലാം അലങ്കരിച്ച നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു. ഞാൻ റോട്ടറി ക്ലബിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ എത്ര പേർക്ക് റോട്ടറി ക്ലബിനെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല, എന്നാൽ 2 വാക്ക് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചോളാം. 1905 സ്ഥാപിതമായതാണ് റോട്ടറി ക്ലബ്. 119 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയിലാണ് ആദ്യമായി പോൾ ഹാരിസ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു കുറേ സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു സന്നദ്ധ സംഘടനയാണ് റോട്ടറി ക്ലബ്. 225ഓളം രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. 14 ലക്ഷത്തോളം അംഗങ്ങൾ ഈ പ്രസ്ഥാനത്തിലുണ്ട്. റോട്ടറി ക്ലബിലെ ഓരോ റൊട്ടേറിയന്മാരുടെയും മോട്ടോ എന്നുള്ളത് സർവീസ് എബോവ് സെൽഫാണ്. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ പോലും മരണത്തിൽ നമ്മൾ സർവീസ് ചെയ്യുന്ന ഒരു വലിയ സംഘടനയാണ് റോട്ടറി ക്ലബ്. ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ നോക്കിയാൽ വളരെയധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി പറയാനുള്ള സമയം ഈ ഇതില്ല. കാരണം ഒന്നാമത് 3 പേരെ ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സമ്മാനം കൊടുത്ത് അയക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് അതിരിക്കട്ടെ. എന്നാലും ഈ വെള്ളരിപ്രാവുകളെ അല്ലെങ്കിൽ മാറപ്രാവുകളെ പോലെ ഇത്ര വളരെ ഭംഗിയായി, കാരണം ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഈ ഒരു രീതിയിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് ഞാൻ പ്രാവുകളുടെ അത്രത്തോളം വലിയ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഇത്ര ഉയരങ്ങളിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പോലും നടക്കാൻ പറ്റാത്ത ഈ ഇത്രയും ഉയരങ്ങളിൽ പോയിട്ട് നിങ്ങൾ എങ്ങനെ അതിനെ തിരിച്ചു വിളിക്കുന്നു, അതിനെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു, അത് എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നുള്ള വളരെ അതിശയം തോന്നുകയാണ്. അതിന് പകർപ്പതായ നിങ്ങൾ ഓരോരുത്തരും മിടുക്കരാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നിങ്ങൾ സാധാരണക്കാരല്ല. നിങ്ങളുടെ വ്യക്തിത്വങ്ങൾ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഞാനൊരു നിസ്സാരൊരു ഫോർമുല എന്ന് പറയുകയാണ്. 3H എന്നാണ് ആ ഫോർമുലകൾ. അതായത് നിങ്ങളുടെ വ്യക്തിത്വങ്ങൾ വളരുന്നു, നിങ്ങളുടെ സ്വഭാവ ശുദ്ധി നിങ്ങൾ നന്നാവുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ സമൂഹം, നമ്മുടെ സമൂഹം നന്നാവുന്നു, കുടുംബം നന്നാവുന്നു, നാട് നന്നാവുന്നു, ഈ രാജ്യം തന്നെ നന്നാവുന്നു, ലോകം തന്നെ നന്നാവുന്നു. അതിന് 3H നമ്മൾ ഞാൻ പ്രധാനമായിട്ട് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞത് ആദ്യത്തെ H എന്നുള്ളത് ഹാർഡ് വർക്കാണ്. ആ ഹാർഡ് വർക്കിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത്. 23 മണിക്കൂറൊക്കെ പ്രാർത്ഥന മുകളിൽ പ്രാർത്ഥിച്ച് താഴെ ഇറക്കിയിട്ട് അത് നിസ്സാര കാര്യമല്ല. വളരെ ശക്തമായ ഒരു ഹാർഡ് വർക്ക് നടത്തിയിട്ട് തന്നെയാണ് അത്. അതുപോലെ തന്നെ രണ്ടാമത്തെ H എന്നുള്ളത് ഹോണസ്റ്റാണ്. സത്യസന്ധതയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത് സത്യസന്ധതയാണ്. മൂന്നാമത്തെ H എന്താണ് ഊഹിക്കാൻ പറ്റുന്നത്? അപ്പോൾ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? മൂന്നാമത്തെ H എന്നുള്ളത് ഹമ്പിളാണ്. നമ്മൾ അബ്ദുൽ കലാമിനെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഹമ്പിൾ അദ്ദേഹം ഇത്ര ഉന്നതങ്ങളായാലും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയം വരെ അവസാന നിമിഷം വരെയും അദ്ദേഹം വളരെ ഹമ്പിളായിരുന്നു. നമുക്കും ആവശ്യത്തിലാണ് 3H. നിങ്ങൾ വീട്ടിൽ പോകുമ്പോഴും ഇനി ഇതിന് ശേഷം നിങ്ങൾ ഒന്നും ചിന്തിക്കുക, 3H എങ്ങനെ പ്രവർത്തികളാകാമെന്ന് ചിന്തിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ എല്ലാ ദിനചര്യകളിലും നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ അഭിവൃദ്ധിക്കും ഓരോ ബിസിനസ്സിൽ ചെയ്യുന്ന നല്ല നല്ല ആൾക്കാരുണ്ടാവുന്നത് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ തന്നെ നല്ല മാറ്റങ്ങളുണ്ടാവും.
അപ്പോൾ ഇനി ഇതുപോലെ ഉള്ള 41 നമ്മൾ വീണ്ടും 51, 61 ഇങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ ആഘോഷിക്കട്ടെ. വീണ്ടും നിങ്ങൾക്ക് ഇതിനെ ഏറ്റവും മുമ്പോട്ട് പോകുന്നത് നല്ലതല്ല. എല്ലാ സൗഭാഗ്യങ്ങളും സർവീസും നൽകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ വേദിയിൽ ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവർക്കും നന്ദിയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടെ ആശംസിച്ചു. നന്ദി ശ്രീ ഷാജി ശ്രീധരൻ റോട്ടറി ക്ലബിൻ്റെ എജിയാണ്. ഏതായാലും തിരക്കിനിടയിലും അദ്ദേഹം എത്തിച്ചേരുവാനും റോട്ടറി ക്ലബ്ബ് നമുക്ക് എല്ലാവർക്കും അറിയാം. ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബൊക്കെ തിരുവനന്തപുരത്ത് ഒരുപാട് സർക്കാരിൻ്റെ കൈകളിൽ എത്താത്ത മേഖലകളിൽ സർക്കാരിന് പകരം അവിടെ കൈയച്ച് സഹായങ്ങൾ ചെയ്തുകൊണ്ട് സാധാരണക്കാരെ താങ്ങി നിർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് റോട്ടറി ക്ലബ്ബ്. ആഗോളതലത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ മഹൽ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അതിൻ്റെ ഒരു ഏജിയാണ് നമ്മളോട് സംസാരിച്ചത്. അടുത്തതായിട്ട് ഈ വേദിയിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ ശിവപ്രസാദ്, അദ്ദേഹം റോട്ടറി ക്ലബ്ബ് ഓഫ് ട്രാവൻകൂറിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ശിവപ്രസാദ്, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നാഷണൽ പീജിയൻ ഫ്ലയേഴ്സ് അസോസിയേഷൻ്റെ 41ാം വാർഷിക സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ച സംഘടനയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത്, ശ്രീ ഷാഫി, ഏറ്റവും അടുത്ത സുഹൃത്തായ ശ്രീ അനു എന്നിവരോടുള്ള നന്ദി ആദ്യമായി അറിയിക്കുന്നു. ജ്യേഷ്ഠ സഹോദരനും സുഹൃത്തുമായ നമ്മുടെ ഉദ്ഘാടക പ്രാസംഗികൻ ശ്രീ അരുൺ ഗോപി പറഞ്ഞതുപോലെ മനുഷ്യനും പക്ഷിവർഗവുമായുള്ള അഭേദ്യമായ ബന്ധം ചരിത്രാതീത കാലം മുതൽക്കേ തന്നെ പ്രധാനമാണ്. ശ്രീ രവിചേട്ടൻ്റെ ആശംസാ പ്രസംഗം ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു കഥ പെട്ടെന്ന് ഓർമ്മ വന്നത്. ഒരുപക്ഷെ മനുഷ്യനും പ്രാവുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായി കേട്ട ഒരു കഥയും അത് തന്നെയായിരിക്കും എന്നാണ് എൻ്റെ തോന്നൽ. ഭാരതം പണ്ട് മുഗൾ ഭരണകൂടത്തിൻ്റെ കീഴിലായിരുന്ന കാലത്ത് മഹാനായ അക്ബർ ചക്രവർത്തി ഇന്ത്യ ഭരിക്കുന്ന കാലം, ആ കാലഘട്ടത്തിൽ ഒരു യുദ്ധത്തിൽ അദ്ദേഹം പെടുകയുണ്ടായി. യുദ്ധത്തിൻ്റെ ഫ്രണ്ടിയറിലേക്ക് അദ്ദേഹത്തിന് അത്യാവശ്യമായ ഒരു മെസ്സേജ് അയക്കണമെന്നൊരാവശ്യവും കടന്നു വന്നു. അന്ന് കടന്നുപോയ പടയാളികളോ സേനാനായകന്മാരോ ആർക്കും ആ മെസ്സേജ് അവിടെ എത്തിക്കാൻ സാധിച്ചില്ല. അവരെല്ലാവരും മരണപ്പെടുകയുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു നിസാമുദ്ദീനോട് അദ്ദേഹത്തിൻ്റെ ആവശ്യം അറിയിച്ചതായി ചരിത്രത്തിലുണ്ട്. ശ്രീ നിസാമുദ്ദീൻ ഒരു സുഹൃത്തായിരുന്നു, സർവോപരി ഒരു പക്ഷി വളർത്തൽ വിദഗ്ധനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാവായ മെഹർമീസ എന്ന പ്രാവിനെ അദ്ദേഹം ഈ ദൗത്യം ഏൽപ്പിക്കുകയും കൃത്യമായി ആ യുദ്ധഭൂമിയിൽ പോയി ആ മെസ്സേജ് കൃത്യമായിട്ട് ആ ട്രെയിൻഡായ മെഹർമീസ എന്ന പ്രാവ് മെസ്സേജ് അവിടെ എത്തിക്കുകയും അത് അക്ബർ ചക്രവർത്തിക്ക് ഒരുപാട് ഗുണമുണ്ടാക്കുകയും ചെയ്തതായി ചരിത്രം രേഖപ്പെടുത്തിയിരുന്നു. എന്നിട്ട് അതിൻ്റെ ജോലി പൂർത്തിയാക്കി തിരിച്ചു വന്ന മെഹർമീസ ഒരുപാട് മുറിവേറ്റ് അവശയായി വരികയും നിസാമുദ്ദീൻ ജീവിതകാലം മുഴുവൻ അതിനെ സംരക്ഷിക്കുകയും ചെയ്തതായി ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കഥ പെട്ടെന്ന് ഓർമ്മ വന്നു. മനുഷ്യനുമായി ഇത്രയും അടുപ്പവും അഗാധമായ ഗാഠമായ സ്നേഹവും ബുദ്ധിയുള്ള ഈ പ്രാവചന ജീവജാലങ്ങളെ പൊന്നുപോലെ പൂർത്തിയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭസായം അറിയിക്കുന്നു. താങ്ക് യു. ഒരുപാട് നന്ദി ശ്രീ ശിവപ്രസാദ്. അദ്ദേഹം റോട്ടറി ക്ലബ്ബ് ഓഫ് ട്രാവൻകൂറിൻ്റെ സെക്രട്ടറിയാണ്. ഏതായാലും തിരക്കിനിടയിലും അതിനോട് ആശംസകൾ അർപ്പിക്കാനും ചുരുക്കം ചില വാക്കുകൾ സംസാരിക്കുന്ന കാഴ്ച അദ്ദേഹത്തിന് വലിയ മനസ്സിൽ LPFIയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് വാർഷിക റിപ്പോർട്ട്, ഈ സംഘടനയുടെ കഴിഞ്ഞ വർഷത്തെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ സെക്രട്ടറി കൂടിയായ ശ്രീ ഷാഫി അവരുടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സീനിയർ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയമുള്ള സംഘടനാഭാരികൾ, അധ്യക്ഷൻ ആമുഖത്തിൽ ചോദിച്ചതുപോലെ ഇന്ന് 41ാം പ്രവർത്തനത്തിന് തുടരാണ്. നമുക്ക് മാത്രമല്ല പ്രാവോട്ടത്തിൻ്റെ ഏവർക്കും വരുമാനത്തിൻ്റെ തൊഴിലാണെന്ന് അറിയിക്കാനായി സംഘടന തുടരുന്നു. ഈ മേഖലയിലുള്ള ഏവർക്കും വരുമാനത്തിന് കഴിയുന്ന അധ്യക്ഷൻ സൂചിച്ചതുപോലെ ജോയിൻറ്റ് ഓഫീസിൻ്റെ മികവുറ്റതും
കുറ്റമറ്റ രീതിയിൽ ടൂർണമെന്റ് നടത്തുവാൻ സഹായിക്കും എന്ന് നമുക്ക് തോന്നുന്നില്ല. ഉടമസ്ഥനെ അധിക സാമ്പത്തിക ബാധ്യത ഒഴിവാക്കി കമ്മിറ്റിയുടെ ഡോക്ടർമാരെ കണ്ടെത്തുന്നത് പ്രശ്നപരിഹാരമായി സാധിക്കും. KPHASM കമ്മിറ്റിയുമായി NBA സഹായം നടത്തിയ 2023 ടൂർണമെന്റിൽ വിജയമെന്ന് യാതൊരു സംശയവുമില്ല. 2023 NBAPP നടന്ന ഡിസ്ട്രിക്ട് ടൂർണമെന്റിൽ 47 ഗോളുകളും നാഷണൽ ടൂർണമെന്റിൽ 100 ഗോളുകളും നടന്നു. പുതുതായി ഈ വർഷം 10 മെമ്പർമാർക്ക് വേണ്ടി നാഷണൽ ടൂർണമെന്റിൽ സമ്മാന തുക 1,46,000 രൂപയും ട്രോഫി സർട്ടിഫിക്കറ്റ് 30,000 രൂപയും, ഡിസ്ട്രിക്ട് ടൂർണമെന്റിൽ സമ്മാന തുക 74,000 രൂപയും ട്രോഫി സർട്ടിഫിക്കറ്റ് 22,000 സമ്മാനമായി വിമർശനത്തിൽ 7,500 രൂപയും, വർഷവേദത്തിൽ 10,000 രൂപയും നടത്തുന്നുണ്ട്. സർവീസിനാൽ 80,000 രൂപയും, ഡിസ്ട്രിക്ട് ടൂർണമെന്റിൽ 37,000 രൂപ ചിലവായിട്ടുണ്ട്. വാർഷികാഘോഷമായ നടത്തുമായി ബന്ധപ്പെട്ട് 50,000 രൂപയോളം ചിലവായിട്ടുണ്ട്. എൻ്റെ ഭാഗത്ത് അനുഭവിക്കുന്നില്ല. ഈ സംഘടനയെ തുടർന്ന് നടത്തുന്നതിന് എല്ലാവരുടെയും സഹായം സാധനം നമസ്കാരം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അടുത്തായിട്ട് ആദരിക്കലാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശിശുക്ഷേമ സമിതി സെക്രട്ടറി കൂടിയായ ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ അരുൺ ഗോപി, അദ്ദേഹത്തെ ആദരവ് ഏറ്റുവാങ്ങാൻ അരുൺ ഗോപി സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നത് സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ R. രഞ്ജിത്ത്. ഞങ്ങളുടെ സ്നേഹോപഹാരം പ്രസിഡന്റ് R. രഞ്ജിത്ത് അരുൺ ഗോപി അവർക്ക് സമ്മാനിക്കുന്നു. അടുത്തായിട്ട് ആദരിക്കുന്നത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇലക്ഷൻ്റെ തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യ വ്യക്തിത്വം ശ്രീ മുടമുകൾ രവി, KPCC സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ നമ്മുടെ സംഘടനയുടെ സെക്രട്ടറി ഷാഫി ആദരിക്കുകയാണ്. സെക്രട്ടറിയുടെ സ്നേഹോപകാരം ഏൽപ്പിക്കുന്നു. അടുത്തതായിട്ട് റോട്ടറി ക്ലബിൻ്റെ മുൻ AG ശ്രീ ഷാജി ശ്രീധരൻ അവർകളെ ഈ സംഘടനയുടെ ട്രഷറർ കൂടിയായ അനൂപ് ആദരിക്കുകയാണ്. സെക്രട്ടറിയുടെ സ്നേഹോപകാരം ഏൽപ്പിക്കുന്നു. അടുത്തതായിട്ട് റോട്ടറി ക്ലബ് ഓഫ് ട്രാവൻകൂറിൻ്റെ മുൻ സെക്രട്ടറി കൂടിയായ ശ്രീ ശിവപ്രസാദ്, അദ്ദേഹത്തെ ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ R. രഞ്ജിത്ത് അദ്ദേഹത്തിന് സ്നേഹോപകാരം നൽകുന്നു, ആദരിക്കുന്നു. നമ്മുടെ മുൻ സീനിയർ മെമ്പർ ജെയിംസ് ലൂയിസ് അവർകളെ ഈ വേദിയിൽ ആദരിക്കുകയാണ്. ആദരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സംഘടനയെല്ലാമെല്ലാമായ ശ്രീ സുനിൽ. ജെയിംസ് ലൂയിസ് അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സംഘടനയുടെ സുനിൽ ആണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആദരിക്കുന്നത്. ഞങ്ങളുടെ സീനിയർ മെമ്പറാണ്. അടുത്തതായിട്ട് V. ശശി, അദ്ദേഹത്തെ ആദരവ് ഏറ്റുവാങ്ങുവാൻ ക്ഷണിക്കുന്നു. ആദരിക്കുന്നത് രഞ്ജു. V. ശശി അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ സീനിയർ മെമ്പറാണ്. ആദരിക്കുന്നത് സംഘടനയുടെ രഞ്ജു. MS നാഗർകോടും അദ്ദേഹത്തെ ആദരവ് ഏറ്റുവാങ്ങുവാൻ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നത് റോട്ടറി ക്ലബ്ബ് ട്രാവൻകൂറിൻ്റെ മുൻ AG ശ്രീ ഷാജി ശ്രീധരൻ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് ആദരിക്കുന്നത് നാഷണൽ PGN ഫ്ലൈറ്റ്സ് അസോസിയേഷനുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മറ്റൊരു ആളാണ് നമ്മുടെ തിരുവനന്തപുരം മജീദ് അവരെ ആദരിക്കാൻ വേണ്ടി റോട്ടറി ക്ലബിൻ്റെ ശിവപ്രസാദ്, റോട്ടറി ക്ലബ് ഓഫ് ട്രാവൻകൂറിൻ്റെ മുൻ സെക്രട്ടറി ശിവപ്രസാദ് സാറിനെ ക്ഷണിക്കുന്നു.
പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചെങ്കിലും അരുൺ ഗോപി സാറിനെ, ശിശുക്ഷേമ സമിതി സെക്രട്ടറി, ജനറൽ സെക്രട്ടറി അരുൺ ഗോപി സാറിനെ ഒരു നല്ല കൈയടി കൊടുക്കണം. ഒരു കൈയടിയോ പ്ലീസ്. അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു ചെറിയ നിർദ്ദേശം മാത്രമാണ്. ഇവിടെ നിങ്ങളുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു പോയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വന്തമായ സ്ഥലമുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി നമുക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ സാധിക്കുന്നില്ല. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വിചാരിച്ചാൽ നടക്കുമെന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ നിർദ്ദേശം. നമ്മളിപ്പോൾ 480 മെമ്പർമാരാണ്. ഒരു മാസം 200 രൂപ വെച്ച് 400 പേർ ഇട്ടാൽ തന്നെ ഒരു മാസം നമുക്ക് 80,000 രൂപയാണ്. ഒരു 5-6 മാസം ആ 80,000 രൂപ എന്നുള്ള നിലയിൽ കിട്ടിയാൽ നമുക്ക് സുഖമായി അടുത്ത പൊതുയോഗത്തിന് ഉറപ്പായും നമുക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ സാധിക്കും. അതൊരു ചെറിയ നിർദ്ദേശമായി മാത്രമാണ് ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്. എല്ലാവരും കൂടി ഇറങ്ങിയാൽ അത് ജനങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കാം. 200 എന്ന് പറഞ്ഞാൽ കുറഞ്ഞ തുകയാണ്. കഴിയുന്ന ആളുകൾ അതിന് മുകളിലേക്ക് സംഭാവന കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് സമ്മാനമായി കിട്ടുന്ന ക്യാഷ് പ്രൈസായിട്ട് കിട്ടുന്ന തുകയിൽ ഒരു വിഹിതം ഈ ആസ്ഥാന മന്ദിരത്തിന് വേണ്ടി മാറ്റിവെക്കാനും സാധിക്കുന്നതാണ്. അതൊരു നിർദ്ദേശം മാത്രമായി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അരുൺ ഗോപി സാർ അദ്ദേഹം പറഞ്ഞത് വളരെ നല്ല ഒരു മികച്ച അഭിപ്രായമാണ്. നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ കഴിഞ്ഞ വർഷം 40-ാം വർഷം ആഘോഷിക്കുമ്പോഴും നമ്മൾ ഇതൊന്നും സൂചിപ്പിച്ചായിരുന്നു അല്ലേ, ഇതൊന്നും സംസാരിച്ച് വെച്ചതായിരുന്നു. ഏതായാലും അതെങ്ങും എത്തിയില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ നല്ല കാര്യമാണ്. ഏതായാലും അതുപോലെ ആവട്ടെ, അധികം വൈകാതെ തന്നെ ഒരു ആസ്ഥാന മന്ദിരത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്ക് ഒരു നല്ല കയ്യടി കൂടെ കൊടുക്കാം. താങ്ക് യു. നമ്മുടെ ശ്രീ ഷാജി ശ്രീധരൻ റോട്ടറി ക്ലബിൻ്റെ മുൻ AG-യാണ്. അദ്ദേഹത്തിന് ഒരു നിർദ്ദേശം നൽകാനുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കായി ഞാൻ ക്ഷണിക്കുകയാണ്. അരുൺ ഗോപി സാറിൻ്റെ വാക്കുകളുടെ ചൂട് പിടിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു ഫണ്ട് സ്വരൂപിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ റോട്ടറി ക്ലബ്ബ് ട്രാവലറിൻ്റെ ഏതെങ്കിലും സംഭാവന ഉണ്ടാവും. കൃത്യമായി ഞാനത് ഉറപ്പുവരുത്തും. വളരെ നല്ലൊരു കാര്യമാണ്. ഏതായാലും റോട്ടറി ക്ലബ്ബ് ഓഫ് ട്രാവൻകൂർ മാത്രമല്ല, റോട്ടറി ക്ലബ്ബ് ആഗോളതലത്തിൽ തന്നെ ചെയ്യുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്. തലസ്ഥാനത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞു, സർക്കാരിൻ്റെ കൈകളിലെത്താത്തിടത്തെല്ലാം എത്തി കുറവുകൾ പരിഹരിച്ച് സാധാരണക്കാരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണ് റോട്ടറി ക്ലബ്ബ്. ഷാജി ശ്രീധരൻ സാർ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു ആസ്ഥാന മന്ദിരത്തിന് വേണ്ടിയുള്ള തുടക്കങ്ങൾ, പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ റോട്ടറി ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ സഹായം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ നല്ല വാക്കുകൾക്ക് ഒരു നല്ല കൈ കൊടുക്കാം. എന്തിനാണ് പഠിക്കുന്നത്? ഓക്കെ, താങ്ക് യു. പ്രിയമുള്ള ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്നത് നമ്മുടെ സമ്മാന വിതരണത്തിന് വേണ്ടിയാണെന്നറിയാം. മത്സരത്തിൽ പങ്കെടുത്തവരും പങ്കെടുക്കാതെ സമ്മാനം കിട്ടാതെ പോയവരും ആർക്കൊക്കെയാണെന്നുള്ള അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകും. ഏതായാലും എത്ര മണിക്കൂർ പറന്നു എന്നെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇനി നാഷണൽ ടൂർണമെന്റിന്റെ സമ്മാന വിതരണമാണ് ആദ്യം. അപ്പോൾ 25ാമത് സമ്മാനം സഫാൻ നമ്മൾ നേരത്തെ കൊടുത്തു, എറണാകുളത്തുള്ളതാണ്. അപ്പോൾ അടുത്ത സമ്മാനം വിളിക്കുന്നു. സമ്മാന വിതരണം, ഈ സമ്മാനങ്ങൾ 2-3 സമ്മാന വിതരണം ചെയ്തതിനു വേണ്ടി ശ്രീ ശശി അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. NBFA-യുടെ ടൂർണമെന്റ്, നാഷണൽ ടൂർണമെന്റിൽ 26ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 13 മണിക്കൂർ 3 മിനിറ്റ് നേരം പ്രാവീണ്യം വളർത്തിക്കൊണ്ട് തിരുവനന്തപുരം സ്വദേശി പ്രവീൺ. അടുത്തത് 25 കൊടുത്തു കഴിഞ്ഞു. 24ാം സ്ഥാനം 13 മണിക്കൂർ 16 മിനിറ്റ് നേരം പ്രാവീണ്യം വളർത്തി ട്രോഫിയും സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. മണിക്കൂർ 18 മിനിറ്റ് നേരം പ്രാവീണ്യം വളർത്തി ട്രോഫിയും സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ 23ാം സ്ഥാനം നേടിയിരിക്കുന്നു മോനീർ, തിരുവനന്തപുരം.
താങ്ക് യു ശശിയേട്ട, ഒരുപാട് നന്ദി പറയുന്നു. അദ്ദേഹത്തിന് ഇരിക്കാം. അടുത്തതായിട്ട് നമ്മുടെ മറ്റേ സീനിയർ മെമ്പർ ജെയിംസ് ലൂയിസ് അവരുടെ സമ്മാന വിതരണത്തിന് വേണ്ടി ഞാൻ സ്നേഹത്തോടെ അതുപോലെ ക്ഷണിക്കുന്നു. 13 മണിക്കൂർ 30 മിനിറ്റ് നേരം പ്രാവീണ്യപ്പെടുത്തി 22ാം സമ്മാനം നേടിയിരിക്കുന്നു ഹസീബ് തിരുവനന്തപുരം. അടുത്തത് 13 മണിക്കൂർ 38 മിനിറ്റ് നേരം പ്രാവീണ്യപ്പെടുത്തി ട്രോഫി സർട്ടിഫിക്കറ്റ് നേടി 21ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എൽവിസ് പീറ്റർ എറണാകുളം. എറണാകുളം സ്വദേശിയാണെങ്കിലും എൽവിസ് പീറ്റർക്ക് തിരുവനന്തപുരം മാഗ്ന ബീച്ചിന്റെ ഗാനമേള പൂർണ്ണമായി കണ്ടിട്ടേ പോകുന്നതുകൊണ്ട് അദ്ദേഹം നേരത്തെ പോയില്ല. ഒരു നല്ല കൈയടിയോടെ കൊടുക്കാം. താങ്ക് യു. അടുത്തത് 13 മണിക്കൂർ 46 മിനിറ്റ് നേരം പ്രാവീണ്യം നിയന്ത്രിച്ച് പറത്തി 20ാം സ്ഥാനം നേടിയിരിക്കുന്നു നജൂർ റംസാൻ തിരുവനന്തപുരം. നജൂർ റംസാൻ. താങ്ക് യു ജെയിംസ് ലൂയിസ്. അടുത്ത സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നാഗുരാൻ കോയമ്പത്തൂർ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് സമ്മാനം വിതരണം ചെയ്യുന്നതിന് വേണ്ടി. അടുത്ത 19ാം സ്ഥാനം നേടിയിരിക്കുന്നു 13 മണിക്കൂർ 58 മിനിറ്റ് നേരം ശശി. നമ്മുടെ സീനിയർ മെമ്പർ കൊടുക്ക കൈയടി. അടുത്ത 18ാം സ്ഥാനം നേടിയിരിക്കുന്നു 14 മണിക്കൂർ പ്രാവീണ്യം നിയന്ത്രിച്ച ട്രോഫിയും സർട്ടിഫിക്കറ്റും ഹെൻറി നാഗർകോവിൽ. അടുത്തത് കോയമ്പത്തൂർ സ്വദേശി 17ാം സ്ഥാനം നേടിയിരിക്കുന്നു. 17ാം സ്ഥാനത്തിന്റെ സമ്മാനം വിതരണത്തിന് വേണ്ടി ഞങ്ങളുടെ NBFI-യുടെ സെക്രട്ടറി ഷാഫിയെ ക്ഷണിക്കുന്നു. നാഗുരാൻ കോയമ്പത്തൂർ 14 മണിക്കൂർ. നാഗുരാൻ കോയമ്പത്തൂർ. ഓക്കെ, താങ്ക് യു. ഇരിക്കണം സർ. അടുത്ത സമ്മാന വിതരണത്തിന് വേണ്ടി വിതരണം ചെയ്തതിനു വേണ്ടി റോട്ടറി ക്ലബിന്റെ പൊന്നേച്ചി ശിവപ്രസാദ് റോട്ടറി ക്ലബിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ ശിവപ്രസാദ് സാറിനെ ക്ഷണിക്കുന്നു. 14 മണിക്കൂർ 39 മിനിറ്റ് നേരം പ്രാവീണ്യപ്പെടുത്തി 16ാം സ്ഥാനത്ത് ഇരിക്കുന്നു മനോജ് തിരുവനന്തപുരം. മണിക്കൂർ 48 മിനിറ്റ് നേരം പ്രാവീണ്യം നിയന്ത്രിച്ച 15ാം സ്ഥാനത്ത് ഇരിക്കുന്നു ആനന്ദ് ശേഖർ കോയമ്പത്തൂർ. ആനന്ദ് ശേഖർ കോയമ്പത്തൂർ. ആനന്ദ് ശേഖറിന് വേണ്ടി ഷാഫി അവർക്ക് ഏറ്റുവാങ്ങുന്നു. അടുത്ത 15 മണിക്കൂർ 1 മിനിറ്റ് നേരം പ്രാവീണ്യം നിയന്ത്രിച്ച സജി തിരുവനന്തപുരം 14ാം സ്ഥാനം. എറണാകുളം സ്വദേശി വ്യത്യാസത്തിന് കൊടുത്തു. അടുത്ത 12ാം സ്ഥാനം 15 മണിക്കൂർ 36 മിനിറ്റ് നേരം പ്രാവീണ്യം നിയന്ത്രിച്ച മനോഹരൻ കോയമ്പത്തൂർ. മനോഹരൻ ഓടിവ. 16 മണിക്കൂർ 8 മിനിറ്റ് നേരം പ്രാവീണ്യം നിയന്ത്രിച്ച് 11ാം സ്ഥാനം നേടിയിരിക്കുന്നു ഷെരീഫ് കണ്ണൂർ. വിപ്ലവ സൂര്യന്റെ നാട്ടിൽ നിന്നും അനന്തപുരിയിലെത്തി സമ്മാനം കൈപ്പറ്റുന്ന ഈ സഹോദരന് കൊടുക്കാൻ നല്ല കൈയടി. ഓക്കെ, താങ്ക് യു സാർ.
സമ്മാനദാനത്തിന് വേണ്ടി റോട്ടറി ക്ലബിന്റെ ഫസ്റ്റ് AG ശ്രീ ഷാജി ശ്രീധരൻ സാറിനെ ക്ഷണിക്കുന്നു. ഇനിയുള്ള പ്രൈസിൽ സർട്ടിഫിക്കറ്റും ട്രോഫിയും മാത്രമല്ല ക്യാഷ് പ്രൈസ് കൂടി ചേർന്നാണ് ഇനിയുള്ള 10 സമ്മാനങ്ങൾ. 10ാം സ്ഥാനം നേടിയിരിക്കുന്നു 16 മണിക്കൂർ 16 മിനിറ്റ് നേരം പ്രവർത്തനം നിയന്ത്രിച്ച് 5000 രൂപ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും ട്രോഫിയും ചന്തു ട്രിവാൻഡ്രം. മണിക്കൂർ 34 മിനിറ്റ് നേരം പ്രാബല്യം നിയന്ത്രിച്ച് 18 മിനിറ്റ് കൂടിയപ്പോൾ 2000 രൂപ മാറി. ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പൊ ഇനി മാക്സിമം പ്രാബല്യം ട്രെയിൻ ചെയ്യിപ്പിക്കുക. 16 മണിക്കൂർ 34 മിനിറ്റ് നേരം 7000 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും നേടിയിരിക്കുന്നു. റാസി 9ാം സ്ഥാനം. റാസി തിരുവനന്തപുരം. 5 മിനിറ്റ് നേരം പ്രവർത്തി 8000 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും നേടി 8ാം സ്ഥാനം നേടിയിരിക്കുന്നു കിരൺ എറണാകുളം. കിരണിന് നേരത്തെ കൊടുത്തായിരുന്നു. 17 മണിക്കൂർ 22 മിനിറ്റ് നേരം പ്രവർത്തനം നിയന്ത്രിച്ച് 9000 രൂപയും സർട്ടിഫിക്കറ്റും ട്രോഫിയും നേടിയിരിക്കുന്നു സുനീൽ ട്രിവാൻഡ്രം. ഷാജി ശ്രീധർ സാർ ഒരുപാട് നന്ദി. ഇനി അദ്ദേഹത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണമല്ലോ. ഇനി അടുത്തതായിട്ട് ശശി സി രവി മുടമുകൾ, അദ്ദേഹത്തെ KPC സെക്രട്ടറി, അദ്ദേഹത്തെ ഇനിയുള്ള കുറച്ച് പ്രൈസുകൾ കൊടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. 6ാം സ്ഥാനം 17 മണിക്കൂർ 50 മിനിറ്റ് നേരം പ്രാബല്യം നിയന്ത്രിച്ച് 10000 രൂപയും MG ശ്രീമാന്റെ ഭാഷയിൽ പറഞ്ഞ 10000 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും നേടി തലസ്ഥാനത്തിന്റെ അഭിമാനമായി ഷമീർ ട്രിവാൻഡ്രം. മിനിറ്റ് 19 മണിക്കൂർ 24 മിനിറ്റ് നേരം പ്രാബല്യം നിയന്ത്രിച്ച് 12000 രൂപയും സർട്ടിഫിക്കറ്റും ട്രോഫിയും നേടിയിരിക്കുന്നു സെൽവരാജ് നാഗർകോവിലിന്റെ സെൽവരാജ്. അഞ്ചാം സ്ഥാനം നേടിയിരിക്കുകയാണ് സെൽവരാജ്. അടുത്ത 4ാം സ്ഥാനം 19 മണിക്കൂർ 37 മിനിറ്റ് നേരം പ്രാബല്യം നിയന്ത്രിച്ചു നിർത്തി 15000 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും നേടിയിരിക്കുന്നു NBFIയുടെ അഭിമാനമായ ഷാഫി തിരുവനന്തപുരം. അടുത്ത സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി അരുൺ ഗോപി സാറിനെ ക്ഷണിക്കുന്നു. 3ാം സ്ഥാനമാണ് NBFA ടൂർണമെന്റിന്റെ 3ാം സ്ഥാനം. നാഷണൽ ലെവൽ മത്സരത്തിന്റെ 3ാം സ്ഥാനം. 20 മണിക്കൂർ 1-2 20 മണിക്കൂർ 9 മിനിറ്റ് നേരം തന്റെ പ്രാവിനെ ആകാശത്ത് നിർത്തി കറക്കി 20000 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും നേടി തകർത്തിരിക്കുന്നു ഷിഹാബ് മലപ്പുറം. ഞാൻ വിളിക്കുന്നത് ആളിനെത്തി. അപ്പൊ ഷിഹാബിന് അറിയായിരുന്നു അത് ഷിഹാബ് ആണെന്ന്. ഒരു നല്ല കൈഡ് കൊടുക്കാം. 2ാം സ്ഥാനം രാവിലെ 6 മണി മുതൽ രാത്രി 2 മണി വരെ നിർത്താതെ പറക്കുന്ന പ്രാവാണ്. ഓക്കെ, 20 മണിക്കൂറിൽ അങ്ങനെയാണ്. ചിലപ്പോൾ 2-2:30 രാവിലെ 6 മണിക്കാണ് തുടങ്ങുന്നത് അല്ലേ? അതാണ് കറക്റ്റ്. രാവിലെ 6 മണിക്ക് തുടങ്ങുന്നു.
ഇതിൽ സൗഹൃദങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ഞാൻ ഇതിലേക്ക് വരാം. എന്തായാലും അടുത്ത 2ാം സ്ഥാനം അനൗൺസ് ചെയ്യണം. 20 മണിക്കൂർ 26 മിനിറ്റ് നേരം പ്രാവിനെ നിയന്ത്രിച്ച് 25,000 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റ് നേടി മറ്റൊരു അത്ഭുത പ്രതിഭാസം 2ാം സ്ഥാനം നേടിയിരിക്കുന്നു ആൻഡോ പോൾ നാഗർകോവിൽ. 2ാം സ്ഥാനമാണ്. ട്രോഫി നൽകുന്നു വിശിഷ്ട സെക്രട്ടറി ശ്രീ അരുൺ ഗോപി. നാഷണൽ ലെവൽ ദേശീയ തലത്തിൽ നടത്തിയ മത്സരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 1ാം സ്ഥാനം, ഈ 1ാം സമ്മാനാർഹന് സമ്മാനം കൊടുക്കാൻ അരുൺ ഗോപി സാറിനൊപ്പം മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എല്ലാവരുടെയും സാന്നിധ്യവും ഒക്കെ ഉണ്ടാവണം. 1ാം സ്ഥാനത്തിലോട്ട് പോകുന്നു. 20 മണിക്കൂർ 35 മിനിറ്റ് നേരം 20 മണിക്കൂർ 35 മിനിറ്റ് നേരം പ്രാവിനെ നിയന്ത്രിച്ച് 35,000 രൂപയും ട്രോഫിയും, ഇത് കൂടാതെ ഇനിയൊരു റോളിംഗ് ട്രോഫി കൂടിയുണ്ട്, ട്രോഫിയും സർട്ടിഫിക്കറ്റും നേടിയിരിക്കുന്നു. 20 മണിക്കൂർ 35 മിനിറ്റ് നേരം 1ാം സ്ഥാനം കൃഷ്ണമൂർത്തി കോയമ്പത്തൂർ. ഇത് ട്രോഫി അവർക്ക് സ്വന്തം. ഇനി ഇതിനോടൊപ്പം ഒരു റോളിംഗ് ട്രോഫി കൂടി കൊടുക്കുകയാണ്. ഒരു ഫോട്ടോഗ്രാഫേഴ്സ് ശ്രദ്ധിക്കുക, ഒരു ട്രോഫി കൂടെ ഉണ്ട് അവർക്കുള്ള സമ്മാനം. റോളിംഗ് ട്രോഫി സ്വന്തമാക്കിയിരിക്കുന്നു കൃഷ്ണമൂർത്തി കോയമ്പത്തൂർ. രൂപയും ട്രോഫിയും എവറോളിംഗ് ട്രോഫിയും കൂടെ സർട്ടിഫിക്കറ്റ് നേടുന്നതാണ് 1ാം സമ്മാനം നേടി കൃഷ്ണമൂർത്തി. കോയമ്പത്തൂരിനല്ല, ഭാരതത്തിന്റെ അഭിമാനമായിരിക്കുന്നു. ഇനി അടുത്ത ജില്ലാ തലത്തിലെ മത്സരങ്ങളുണ്ട്. അപ്പൊ അതിനുമ്പ് അടുത്ത ഇനി ആശംസകൾ പറയാൻ കുറച്ച് പേരുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ആശംസാ പ്രസംഗത്തിന് വേണ്ടി അനൂപിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി. ശ്രീ രവി അവർക്ക് യാത്ര ചെയ്യുകയാണ്. സമ്മാനദാനം തുടരുകയാണ്. ആദ്യമായി ഇതിൻ്റെ ഇടയിൽ ഒരു ആശംസയുണ്ട്. അപ്പം ആശംസ അർപ്പിക്കുന്നതിനായിട്ട് ശ്രീ ജെയിംസ് ലൂയിസ് നമ്മൾ ക്ഷണിക്കുന്നു. എല്ലാവരും യഥാസ്ഥാനം ഇരിക്കണമെന്ന് സ്നേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ഗസ്റ്റും വലിയ ഒരു കുട്ടികളി. Second of all, congratulations to the committee members conducting this tournament programming. എനിക്ക് ഒരു 3 ടോപ്പിക് പ്ലാന്റെ കാര്യത്തെ പറ്റി പറയാനുണ്ട്. ദയവേത് ശ്രദ്ധിച്ചൊക്കെ 1962 നടന്ന ഒരു സംഭവം പറ്റി ഞാൻ പറയാം. ആളുടെ പേരും പറയില്ല, ഏത് സ്ഥലത്ത് വെച്ചാണ് നടന്നതെന്ന് പറയുന്നു. പേര് കേട്ട ഒരു വർക്കുകാരനായിരുന്നു എൻ്റെ സീനിയർ, എൻ്റെ വലിയ ഫ്രണ്ട്. ഞാനും ആ സ്പോട്ടിലുണ്ട്. 6 മണി അടിക്കാൻ 2 മിനിറ്റോടൊപ്പം പ്രാവിന് റെഫറിയെ പറഞ്ഞിട്ട് പറഞ്ഞു. 6 മണി ആയപ്പോൾ റെഫറിയെ ടൈം നോക്കാൻ പറഞ്ഞു. 6:02 2 മിനിറ്റ് പറഞ്ഞ് പ്രാവിനാക്കി. ആ ഉടമസ്ഥൻ അന്തസ്സായിട്ട് ബുക്കിൽ ഒപ്പിട്ട് 2 മിനിറ്റ് പ്രാവ് പറഞ്ഞാൽ ഒപ്പിട്ടു.
ഇപ്പോഴേ അത് നടക്കുന്നു. ഇപ്പോഴേ വന്ന് ഉടമസ്ഥൻ പറവ ക്യാൻസൽ ചെയ്യും. ഉടമസ്ഥന് എങ്ങനെയാ ഒരു പറവ ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമുണ്ട്? ഇല്ല. പ്രാവിനെ റെഫറി സീൽ ചെയ്ത് കഴിഞ്ഞാൽ റെഫറിയുടെ ചുമതല റൂൾ അനുസരിച്ച് ടൈം കുടിക്കുക, ക്യാൻസൽ ചെയ്യുക, ക്യാൻസൽ. ഞാൻ കഴിഞ്ഞ ആണ്ടും ഗ്രൂപ്പിൽ സംസാരിച്ചപ്പോൾ കുറച്ച് പേരെ അതിൽ പറഞ്ഞ് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഒരിക്കൽ കൂടെ ഞാൻ ഇത് പറയാം, ഉടമസ്ഥന് പറവ ക്യാൻസൽ ചെയ്യാനായിട്ട് ഒരു അവകാശവും ഇല്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരുപാട് പേര് റെഫറേറ്റ് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ റെഫറേറ്റ് ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് നിങ്ങൾ ആരാണ് റെഫറി ചെയ്യാൻ, നിങ്ങളുടെ റെഫറി ആയിട്ട് ഇരിക്കാൻ ആരറിയാതെ വന്നു എന്തെങ്കിലും ഐഡിയ ഉണ്ട? ഇപ്പോൾ റെഫറേറ്റ് പോണ ആർക്കെങ്കിലും ഒരു NPF അംഗീകാരം ഐഡി കൊടുത്താൽ ഏതെങ്കിലും റെഫറി ഉണ്ടോ? ഇതുപോലെ ഞാൻ 82 നമുക്ക് 8 പേർക്ക് ഐഡി ഉണ്ട്. എൻ്റെ ഉണ്ട്, 10 പേർക്കുണ്ട്, വലിയുന്നുണ്ട്, ശശി കൊടുത്തിട്ടുണ്ട്. അവരെ ഉണ്ടാകുന്ന അറിഞ്ഞൂട. ഇത് എൻ്റെ ഐഡിയ. ഈ ഐഡിയ വെച്ച് ഞാൻ കാലത്ത് ഒരുപാട് സ്ഥലത്ത് പോലീസ് രക്ഷപ്പെട്ടിട്ടുണ്ട്. വെളുപ്പിന് 5:15 മണിക്ക്. അത് പിന്നെ ഒരു കാര്യം, അടുത്തൊരു കാര്യം, അതോടെ ഞാൻ നിർത്താം. ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോ എടുക്കുന്നുണ്ട്. ആളുടെ വീഡിയോ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ട്. ചില പേര് സംസാരിക്കുന്നത് എന്താണ്, ആരുടെ പേരെന്താണ്. ചിലവർക്ക് പ്രാവിൻ്റെ ജാതി എന്താണെന്ന് അറിയാം. പ്രാവിൻ്റെ ജാതി എന്ന് വെച്ചാൽ അതിൻ്റെ കളർ, സബ്ജാതി, വെള്ളജാതി, സ്വർണ്ണജാതി, കേരളജാതി, ജാക്സില ജാതി, കാസില ജാതി, അതാണ് പ്രാവിൻ്റെ ജാതി. ലാസ്റ്റിൽ വേറെ ഒരുപാട് പേര് വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനും ഒരു ഇന്റർവ്യൂക്ക് റെഡിയാണ്. 1 മണിക്കൂർ ഞാൻ ഇന്റർവ്യൂ തരാം. എന്നെപ്പറ്റി പറയാൻ ഒന്നും ഞാൻ പറയും. എന്നെപ്പറ്റി പോയിട്ട് ഒന്നും പറയില്ല. ഞാൻ പ്രാവിനെ പറ്റി, പ്രാവിൻ്റെ ഇൻബ്രീഡിങ്, ലൈൻ ബ്രീഡിങ്, ക്രോസ് ബ്രീഡിങ്, ഇതിനെപ്പറ്റി ഞാൻ പഠിപ്പിക്കാം. പ്രാവിൻ്റെ ഒരു ബ്ലഡ് ലൈൻ ഒരു ഡോക്ടർ എങ്ങനെ കൊണ്ടുപോകണം, അതിങ്ങനെ ഉണ്ടാക്കണം. ഒരു ബ്ലഡ് ലൈൻ ഒരു കൂട്ടർ ഉണ്ടാക്കുന്നത് നമ്മുടെ സ്വന്തം പ്രാവ്, നമ്മളുണ്ടാക്കിയ ബ്ലഡ് ലൈൻ. അതിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. 1 മണിക്കൂർ ഞാൻ ഇന്റർവ്യൂ ചെയ്യാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ, പക്ഷേ ഞാൻ ചാർജ് ചെയ്യും. ഓസിനല്ല ചാർജ് ചെയ്യും. 1 മണിക്കൂർ ഞാൻ ഇന്റർവ്യൂ തരണമെങ്കിൽ 10,000 രൂപ ഞാൻ. ആരെങ്കിലും വീഡിയോ എടുക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. നാളെ 6 മണി വരെ ഞാൻ വെക്കാം. ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും കേട്ടതിന് എല്ലാവർക്കും വലിയ ഒരു താങ്ക് യു. എല്ലാവരും ആ സ്ഥലങ്ങളിലിരിക്കുക. പ്ലേസ് കൊടുത്തിരിക്കുന്നവർ പ്രത്യേകം ഹാളിൽ വന്നിരിക്കുക. അടുത്ത ജില്ലാതല സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയാണ്. ട്രോഫി വിതരണമാണ്. ആ ട്രോഫികൾ വിതരണം ചെയ്തതിനു വേണ്ടി ശ്രീ വി ശശി അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വി ശശി സമ്മാന വിതരണം ചെയ്തതിനു വേണ്ടി, ജില്ലാതലത്തിലുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തതിനു വേണ്ടിയാണ് താങ്കൾ ക്ഷണിച്ചത്. സമ്മാനാർഹരെ വിളിക്കാം. 10ാം സ്ഥാനം 13 മണിക്കൂർ നേരം പ്രാവീണ്യം നിർദ്ദേശിച്ച ഷാജി കഞ്ചിപ്പുര. 10ാം സ്ഥാനം ലഭിക്കുന്നു. ഷാജി നസാദി അദ്ദേഹത്തിന്റെ മകനാണ് വന്നിട്ടുള്ളത്. ഒരു നല്ല കൈയടി കൊടുക്കും. 9ാം സ്ഥാനം 13 മണിക്കൂർ 1 മിനിറ്റ് നേരം. ഇതിനൊക്കെ ട്രോഫിയും സർട്ടിഫിക്കറ്റുമാണ്. അഫ്സൽ ഹാഷിം പാച്ചല്ലൂർ. 13 മണിക്കൂർ 1 മിനിറ്റ് നേരം അഫ്സൽ ഹാഷിം 9ാം സ്ഥാനത്ത് ലഭിക്കുന്നു. 8ാം സ്ഥാനം അല്ല. ഓക്കെ, താങ്ക് യു ശശി അവരുടെ. അടുത്ത ശ്രീ ജെയിംസ് ലൂയിസ് അവരെ ക്ഷണിക്കുന്നു. ജെയിംസ് ലൂയിസ്
സമ്മാന വിതരണത്തിന് വേണ്ടി. 9ാം സ്ഥാനം 13 മണിക്കൂർ 2 മിനിറ്റ് നേരം ശരത് മേലാങ്കോട്. ശരത് മേലാങ്കോട്. ശരത് മേലാങ്കോട്. മണിക്കൂർ 6 മിനിറ്റ് നേരം പ്രാബല്യം നേടിച്ച് 13 മണിക്കൂർ 6 മിനിറ്റ് നേരം ദിലീപ് ശാന്തിവിള. ദിലീപ് ശാന്തിവിള 7ാം സ്ഥാനം നേടിയിരിക്കുന്നു. ദിലീപ് ശാന്തിവിള. ദിലീപ് ശാന്തിവിളയുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ രഞ്ജിത്ത് അവരുടെ ഏറ്റുവാങ്ങുന്നു. ഓക്കെ, താങ്ക് യു സർ. അത് മജീദ് സർ അദ്ദേഹത്തെ സമ്മാന വിതരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. 6ാം സ്ഥാനം 13 മണിക്കൂർ 30 മിനിറ്റ് നേരം ട്രോഫി സർട്ടിഫിക്കറ്റും അജി മലയങ്കി. അടുത്ത പ്രൈസ്, അടുത്ത 5 സമ്മാനങ്ങൾ. 5ാം സ്ഥാനമാണ് ക്യാഷ് പ്രൈസ് ഉണ്ട്. സമ്മാനം വിതരണം ചെയ്തുകൊണ്ട് AC നാഗരു അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നവലാൽ സാറെ ക്ഷണിക്കുന്നു. 14 മണിക്കൂർ 52 മിനിറ്റ് നേരം പ്രാരംഭത്തിൽ 5000 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുന്നു. സജി നന്ദൻകോ 5ാം സ്ഥാനം. സമ്മാനത്തിന് വേണ്ടി റോട്ടറി ക്ലബ് ഓഫ് ട്രാവൻകൂറിന്റെ പാസ്റ്റ് പ്രസിഡന്റ് ശ്രീ ശിവപ്രസാദ് അവരെ ക്ഷണിക്കുന്നു. 4ാം സ്ഥാനം 15 മണിക്കൂർ 29 മിനിറ്റ് നേരം പ്രാബല്യം നേടിച്ച് 7000 രൂപയും പ്രൈസ് നേടിയിരിക്കുന്നു. മനോജ് മാണിക്യവിളാക. മനോജ്. അടുത്തത് ഷാജി ശ്രീധരനെ റോട്ടറി ക്ലബ് ഓഫ് ട്രാവൻകൂറിലെ മുന്നേറ്റി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. 3ാം സ്ഥാനം 15 മണിക്കൂർ 35 മിനിറ്റ് നേരം പ്രാബല്യം നേടിച്ച് 12000 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും സുനിൽ വള്ളക്കടവ്. അടുത്ത സമ്മാനത്തിന് വേണ്ടി ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ശ്രീ അൻഗോപി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. 2ാം സ്ഥാനം 17 മണിക്കൂർ 2 മിനിറ്റ് നേരം പ്രാബല്യം നേടിച്ച് 15000 രൂപയും സർട്ടിഫിക്കറ്റും ട്രോഫി നേടിയിരിക്കുന്നു. റാസി വള്ളക്കടവ്. റാസി വീണ്ടും തകർത്തിരിക്കുകയാണ്. ഒരു നല്ല കൈയ്യടി വീണ്ടും കൊടുക്കാം. താങ്ക് യു. അടുത്ത 1ാം സമ്മാനമാണ്. അടുത്ത 1ാം സമ്മാനം ഇതിന് ജില്ലാ തലത്തിലുള്ള 1ാം സമ്മാനം കൊടുക്കാൻ എല്ലാ വിശിഷ്ട അതിഥികളെയും കൂടെ ചേർന്ന് ക്ഷണിക്കുകയാണ്. 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. 18 മണിക്കൂർ NBFA നാഷണൽ ബീജിയൻ ഫ്ലൈയേഴ്സ് അസോസിയേഷൻ ജില്ലാ തലത്തിൽ നടത്തിയ മത്സരത്തിൽ 18 മണിക്കൂർ 20 മിനിറ്റ് നേരം തന്നെ പ്രാബല്യം നിയന്ത്രിച്ച 25000 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുന്നു. ഷാഫി മലക്ക.
ഷാഫിക്ക് MPFAയുടെ ഒരു എവറോളിംഗ് ട്രോഫി കൂടി സമ്മാനിക്കുന്നു. ശ്രീ അരുൺ ഗോപി അദ്ദേഹം സമ്മാനിക്കുന്നത് എവറോളിംഗ് ട്രോഫി. ഓക്കെ, താങ്ക് യു. എല്ലാവരും പ്ലീസ് പറയാൻ നിൽക്കുന്നവരോട് ഇരിക്കണേ, ഇരുന്ന് സഹകരിച്ച് തന്നായിരിക്കും ട്രോഫി ഉള്ളവർ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏതായാലും ട്രോഫി വിതരണം ജില്ലാതലവും നാഷണൽ ലെവലും കഴിഞ്ഞു. ഇനി അടുത്തത് കൃതജ്ഞതയാണ്. കൃതജ്ഞത കഴിഞ്ഞാൽ ഉടൻ തന്നെ പരിപാടി തീരുന്നതും ഒരു 2-3 പാട്ട് നല്ല ഫാസ്റ്റ്. നിങ്ങൾക്കൊക്കെ ട്രോഫി വാങ്ങിച്ചില്ലേ? എല്ലാവരും 1000, 10,000, 25,000 ഒക്കെ സമ്മാനം വാങ്ങിച്ചില്ലേ? ആ ആഘോഷം ഇവിടെ ആടി തീർക്കണം. നല്ല അടിപൊളി പാട്ട് എല്ലാവരും നൃത്തം ചെയ്യുക, അടിച്ചു പൊളിക്കുക, എന്നിട്ട് താഴെ ഫുഡ് കഴിക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ ഒരു കയ്യടി കൂടെ ആവാം പ്ലീസ്. അതുപോലെ നല്ല ശക്തമായിട്ട്. അപ്പോൾ താങ്ക് യു. കൃതജ്ഞതയിലോട്ട് കിടക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏതായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി കൂടിയ ശ്രീ അൻഗോവി സാർ, അദ്ദേഹത്തിനുള്ള പ്രത്യേക നന്ദി, MPFAയുടെ നന്ദി സ്നേഹപൂർവ്വം ഇവിടെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ റോട്ടറി ക്ലബ് ഓഫ് ട്രാവൻകൂറിലെ മുൻ AG കൂടിയായ ശ്രീ ഷാജി ശ്രീധരൻ അവർക്ക് സംഘടനയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ റോട്ടറി ക്ലബ് ഓഫ് ട്രാവൻകൂറിലെ മുൻ സെക്രട്ടറി കൂടിയായ ശ്രീ ശിവപ്രസാദ് സാർ, അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന് വളരെ മനോഹരമായി സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിച്ചു നമ്മുടെ ആദരണീയനായ KPCC അംഗം കൂടിയായ ശ്രീ മുടവൻമുകൾ രവി, അദ്ദേഹത്തോടും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന മറ്റ് ഡേയ്സിലിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് ഞങ്ങളുടെ സെക്രട്ടറി, ട്രഷറർ, പ്രസിഡന്റ്, കൂടാതെ ഡേയ്സിലിരിക്കുന്ന ശ്രീ മജീദ്, നമ്മുടെ മുൻ അംഗങ്ങളായ ശ്രീ ജെയിംസ് ലൂയിസ്, പി ശശി എന്നിവർക്ക് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ക്ഷണം സ്വീകരിച്ചും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ MPFAയുടെ എല്ലാ നല്ല അഭ്യുദയകാംക്ഷികൾക്കും സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കുമുള്ള നന്ദി അറിയിക്കുന്നു. ഇനി ഇതിൽ മത്സരങ്ങളിൽ പങ്കെടുത്തവർക്കും പങ്കെടുക്കാതെ പോയവർക്കും സമ്മാനങ്ങൾ ലഭിക്കാതെ പോയവർക്കുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും നേരം വളരെ ഇവിടെ ഹാൾ സമ്മാനിച്ച ഹോട്ടൽ സിൽവർ സാലിനും അതിൻ്റെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പ്രോഗ്രാം ഇത് കഴിഞ്ഞാൽ ആരും പോകുന്നത്, ഇത് കഴിഞ്ഞാൽ ഒരു 2-3 പാട്ട് പാടി നമുക്ക് അടിച്ചു പിടിച്ച് പോകാം. അപ്പോൾ ഗംഭീരമായി ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം മാഗ്ന ബീച്ച് ആണ്. ആ തിരുവനന്തപുരം മാഗ്ന ബീച്ചിലും നമ്മൾ നന്ദി അറിയിക്കുന്നു. ആരും പോകരുത്. ഇത് കഴിഞ്ഞിട്ട് പാട്ട് കഴിഞ്ഞാൽ താഴെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിച്ചിട്ടേ പിരിഞ്ഞു പോകാവൂ. മാഗ്ന ബീച്ചിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ശബ്ദം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരം സാഗര ഗാനമേള. എല്ലാവർക്കും അറിയാം, 38 വർഷമായ തിരുവനന്തപുരം സാഗര ഗാനമേള. തിരുവനന്തപുരം സാഗര ഗാനമേളയുടെ സമിതി ഡയറക്ടർ കൂടിയായ സൗന്ദര്യമായ നസീർ സാഗരയാണ് ശബ്ദം നിയന്ത്രിച്ചത്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ ഗാനങ്ങൾ അവതരിപ്പിച്ച എല്ലാ ഗായകർക്കും ഉള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി അതുപോലെ നമ്മുടെ ചാനൽ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ബഹുമാന സുഹൃത്തുക്കൾക്കുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് ഇന്ന് ഈ കാര്യപരിപാടി സമാപനം അറിയിക്കുന്നതിന് വേണ്ടി പിരിച്ചുവിട്ടതായി പറയുന്നതിന് വേണ്ടി അധ്യക്ഷൻ അദ്ദേഹത്തെ ഞാൻ ശ്രീ R. രഞ്ജിത്തിനെ വിളിച്ചിരിക്കുന്നു. MPFAയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഇവിടെ സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പരിപാടി അവസാനിച്ചതിന് പട്ടിണിയും എല്ലാം മറന്ന് ഗുരുവിനെയും ദൈവത്തെയും മനസ്സിൽ ധ്യാനിച്ച് ഇടപെട്ടു. ആ ഒരൊറ്റ ഗാനത്തിലൂടെ മലയാളികളുടെ മുഴുവൻ മനസ്സും ഹൃദയവും കവർന്നെടുത്തു. അന്ന് മുതൽ 2005 നമ്മെ വിട്ടുപിരിയുന്നു.